ബൈബിൾ സർവേയിൽ നമ്മൾ 1 ശമൂവേലിൻ്റെ പുസ്തകമാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ 1 ശമൂവേലിൻ്റെ പുസ്തകം തുടങ്ങിയിട്ട് ആഴ്ചകൾ കൂടുതലായി എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടാകും. കുഴപ്പമില്ല, 2 ശമൂവേൽ പെട്ടെന്ന് തീർന്നോളൂ. 1 ശമൂവേൽ കുറച്ച് നീണ്ടാലാണ് 2 ശമൂവേൽ കുറയുന്നത്. കാരണം 1 ശമൂവേലിൽ നമ്മൾ 3 വ്യക്തി ജീവിതങ്ങളെ പരിചയപ്പെടാനുണ്ട്, 2 ശമൂവേലിൽ ഒറ്റയാളെ കാണാനുള്ളൂ. ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. 1 ശമൂവേൽ 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ജീവചരിത്രം ശമൂവേലിൻ്റേതാണ് 1 മുതൽ 8 വരെ. രണ്ടാമത്തെ ജീവചരിത്രം ശൗലിൻ്റേതാണ് 9 മുതൽ 15 വരെ. മൂന്നാമത്തെ ജീവചരിത്രം ദാവീദിൻ്റേതാണ് 16-ാം അധ്യായം മുതൽ 31-ാം അധ്യായം വരെ. എന്നാൽ 2 ശമൂവേലിലേക്ക് വരുമ്പോൾ പുസ്തകത്തിൽ ആകെപ്പാടെ ദാവീദിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ദാവീദിനെക്കുറിച്ചുള്ള പഠനം തുടങ്ങി കഴിയുമ്പോൾ അത് അടുത്ത പുസ്തകത്തിൻ്റെയും കൂടി ഒരു പഠിത്തമായിട്ട് മുന്നോട്ട് പോയിക്കോളും. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ദാവീദിനെ തുടങ്ങുന്നില്ല, നമ്മൾ ശൗലിൻ്റെ 1-2 കാര്യങ്ങളും കൂടി പറഞ്ഞു തീർക്കാനുണ്ട്. പറഞ്ഞു തീർത്തതിന് ശേഷമായിരിക്കും ദാവീദിനെക്കുറിച്ച് പറയുന്നത്, പഠിക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1-ാമത്തെ രാജാവ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത രാജാവ്, എന്തുകൊണ്ടാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത രാജാവെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് കഴിഞ്ഞ ക്ലാസ്സിലെ വാക്യങ്ങളെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുമെന്ന് ഞാൻ കരുതുന്നു. ദൈവം തിരഞ്ഞെടുത്ത, ദൈവത്തിന് ബോധിച്ച, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള രാജാവ് എപ്പോഴാണ് വന്നത്? ദാവീദ് വന്നപ്പോഴാണ്. അപ്പോൾ അതിന് മുമ്പ് അവർ തിരഞ്ഞെടുത്ത, അവരുടെ ആഗ്രഹപ്രകാരമുള്ള ഒരു രാജാവിനെയാണ് ദൈവം അവർക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ അത് ഗോഡ്സ് ചോസൺ കിങ് അല്ല, പീപ്പിൾസ് ഇലക്ഷനായിരുന്നു, ജനങ്ങൾ തന്നെ തീരുമാനിച്ചതായിരുന്നു. ദൈവം അതിന് അനുവാദം കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ശൗലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പരിശോധിച്ച കാര്യങ്ങൾ, അദ്ദേഹം രാജാവായതിനു ശേഷം 6 പ്രധാനപ്പെട്ട ശത്രുക്കളെ നേരിടേണ്ടതായിട്ട് വന്നു. ഓർക്കുന്നുണ്ടല്ലോ. അപ്പം 3 ഫെലിസ്ത്യരായതുകൊണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 3 ഫെലിസ്ത്യരും 1 ദാവീദും. അപ്പം എന്ത് എളുപ്പമായി, 3 1 4 കഴിഞ്ഞാൽ പിന്നെ ആകെ എത്ര എണ്ണം ഓർത്താൽ മതി? 2 ഓർത്താൽ മതി. അതാണെങ്കിൽ 2ഉം ആ എന്നുള്ള അക്ഷരം വെച്ച് തുടങ്ങുന്നതുമാണ്. അപ്പം എന്ത് എളുപ്പത്തിൽ കാര്യം പഠിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അമ്മോന്യരും അമാലേക്യരും. അപ്പോൾ ആദ്യം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് അമ്മോന്യരെയാണ്. രണ്ടാമത് നേരിടേണ്ടി വന്നത് ഫെലിസ്ത്യരെ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഞാനൊന്ന് പറയുമ്പോൾ ഫെലിസ്ത്യർ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? മൂന്നാമത് നേരിടേണ്ടി വന്നത് അമാലേക്കാണ്. 4ാമത് ഫെലിസ്ത്യർ, 5ാമത് ദാവീദ്, വീണ്ടും ഫെലിസ്ത്യർ. ഈ ഒരു ക്രമമാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ, അദ്ദേഹത്തിൻ്റെ ജീവിത ദൗത്യത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം സംഭവിച്ച കാര്യവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓടിച്ച് പറഞ്ഞിരുന്നു. 1-ാമത്തെ യുദ്ധത്തിൽ, അല്ലെങ്കിൽ 1-ാമത്തെ ശത്രുവിനെ നേരിട്ടപ്പോൾ, അമ്മോന്യർക്കെതിരെ യുദ്ധം ചെയ്തപ്പോൾ തനിക്ക് ജയം കിട്ടി. അതോടുകൂടി തൻ്റെ പ്രശസ്തി വർദ്ധിച്ചു. പ്രശസ്തി വർദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന് ചെറിയതായിട്ട് അഹങ്കാരം ആരംഭിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചനയ്ക്കും ദൈവത്തിനും കീഴ്പ്പെടുവാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായി. 2ാമത്തെ ശത്രുവായ ഫെലിസ്ത്യർ വന്ന സമയത്ത് അദ്ദേഹത്തിന് ക്ഷമയില്ലാതായിട്ട് എന്ത് ചെയ്തു? പുരോഹിതന്മാർ ചെയ്യേണ്ടതായിട്ടുള്ള ശുശ്രൂഷ അദ്ദേഹം തന്നെ കയറി ചെയ്തു. നിങ്ങളുടെ ഓർമ്മയൊന്ന് പുതുക്കാൻ വേണ്ടിയാണ്. അപ്പോഴാണ് ശമൂവേൽ വന്നിട്ട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, നീ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു. അവനത് ചെയ്ത് കഴിഞ്ഞോടനെ തന്നെ ആര് വന്നു? ശമൂവേൽ. അപ്പോൾ ഒരല്പം കൂടെ വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ക്ഷമയില്ലാതെ പോയതുകൊണ്ട് പെട്ടെന്ന് an act of impatience എന്ന് വേണമെങ്കിൽ പറയാം, പെട്ടെന്ന് കയറി യാഗം കഴിച്ചു. ദൈവം അതിൽ പ്രസാദിച്ചില്ല. അത് കഴിഞ്ഞിട്ട് 3ാമത് നമ്മൾ കണ്ടത് അമാലേക്കാണ്. അമാലേക്കിനെതിരെ യുദ്ധം ചെയ്തപ്പോഴുണ്ടായ കാര്യവും ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ല അല്ലേ? അവിടെ രാജാവിനെയും അവിടെയുള്ള എല്ലാറ്റിനെയും നിർമൂലമാക്കി കളയണമെന്നാണ് ദൈവം കൽപ്പിച്ചിരുന്നത്. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു? രാജാവിനെ പിടിച്ചുകൊണ്ട് വന്നു. അതുപോലെ തന്നെ അവിടുത്തെ തടിപ്പിച്ച ആടുമാടുകളെയും ഒക്കെ പിടിച്ചുകൊണ്ട് വന്നു. അതിനെല്ലാം പിടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം എന്തിനാണ് കൊണ്ടുവന്നത്? ദൈവത്തിന് യാഗം കഴിക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം കൊണ്ടുവന്നേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം തെറ്റായിപ്പോയി. ദൈവം അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ അകൃത്യം ചെയ്തു. അപ്പോഴാണ് ചോദിച്ചത്, അനുസരിക്കുന്നത് യാഗത്തെക്കാളൊക്കെ എത്രയോ പ്രധാനപ്പെട്ടതാണ്, അനുസരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. വീണ്ടും അദ്ദേഹത്തിന് ഫെലിസ്ത്യരെ നേരിടേണ്ടതായിട്ട് വന്നു. പിന്നീട് ദാവീദിനെതിരെ അസൂയ മൂത്ത് ദാവീദ് തന്നെ നിത്യശത്രുവായി തീർന്നു. ഇതൊന്നും ആവശ്യമുള്ള കാര്യങ്ങളല്ല, കാരണം ദാവീദ് തന്നെ സഹായിക്കാൻ വന്ന ആളാണ്. പക്ഷേ ദാവീദ് അദ്ദേഹത്തിൻ്റെ നിത്യ ശത്രുവായി, അസൂയ മൂത്തു. ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ നിങ്ങൾക്കവിടെ ശ്രദ്ധിക്കാൻ സാധിക്കും. അങ്ങനെ വീണ്ടും തൻ്റെ കരിയർ അദ്ദേഹം മോശമാക്കുക ചെയ്തത്.
പിന്നീട് വീണ്ടും ഫെലിസ്ത്യർ വരുന്നു. ഇവിടെയൊക്കെ അദ്ദേഹത്തിന് പരാജയം വന്നു. ഫെലിസ്ത്യർ ലാസ്റ്റ് ടൈം വന്നപ്പോൾ, 3-ാം പ്രാവശ്യം വന്നപ്പോൾ അവൻ വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിക്കാനായിട്ട് പോയി. ഈ കാര്യം പറഞ്ഞാണ് നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചതെന്നുള്ള കാര്യം ഓർക്കുക. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെത്തി. ഫെലിസ്ത്യർ വന്നപ്പോൾ താൻ ഒരു വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിക്കാനായിട്ട് പോയി. ശാമുവേലിനെ വിളിച്ചു വരുത്തി. അപ്പം ചിലർക്ക് ശാമുവേലാണോ എന്ന് ചോദിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും ക്ലാസ് തീരാൻ പോയതുകൊണ്ടും ഞാൻ വഴങ്ങി തരാഞ്ഞതുകൊണ്ടും നിങ്ങളാരും ചോദിച്ചില്ല എന്നും ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ശാമുവേലിനെ വിളിച്ചു വരുത്തി, ശാമുവേലിൻ്റെ ശബ്ദം കേട്ടു എന്നൊക്കെയുള്ള കാര്യമൊക്കെ അവിടെ പറയുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം അവസാനം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ശൗല് മരിക്കേണ്ടതായിട്ട് വന്നു. ശൗല് മരിക്കേണ്ടി വന്നതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭവങ്ങളെന്ന് ചോദിച്ചാൽ, നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇവൻസുകളിൽ കൂടിയൊക്കെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഓടിച്ച പറഞ്ഞു പോയതെങ്കിലും കുറേ കൂടെ നമ്മൾ ശ്രദ്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആ കരിയർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ കാണാൻ കഴിയുന്ന ചില കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഒരു വാക്യം ഞാൻ വായിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. അത് വായിച്ചാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിച്ചത്. എന്തായിരുന്നു ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് വായിച്ചത്? 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. എന്താണ് ആ വാക്യത്തിൽ പറഞ്ഞിരുന്നത്? ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും, അത് വിട്ടുകളഞ്ഞു. യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും, യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. വാക്യം കിട്ടിയല്ലോ. 1 ദിനവൃത്താന്തം 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യമാണ്. അപ്പം യഹോവയോട് അതിക്രമം ചെയ്തു, അവൻ ദൈവത്തിൻ്റെ കൽപ്പനകളൊന്നും വേണ്ടതുപോലെ പ്രമാണിച്ചില്ല, വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിക്കാൻ പോയി. ഈ കാര്യങ്ങൾ കൊണ്ടാണ് മരിക്കേണ്ടി വന്നതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യം പറഞ്ഞ വെളിച്ചപ്പാടത്തിയോട് ചോദിച്ചെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി. ചോദിച്ച രീതിയൊന്നും മനസ്സിലായില്ലെങ്കിലും ചോദിച്ചെന്നുള്ളത് മനസ്സിലായല്ലോ. അതിൻ്റെ മുകളിലത്തെ ഒന്നുകൂടെ വായിച്ചേ, വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും. ആ രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. കാരണം നമ്മളാരും ദൈവം സഹായിച്ച് എവിടെ പോകുന്നില്ല, വെളിച്ചപ്പാടത്തിയോട് ചോദിക്കാൻ പോകുന്നില്ല, കൂടോത്രം ചെയ്യാൻ പോകുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? നമുക്ക് അങ്ങനത്തെ ഒരു ഗതികേട് ഏതാണെങ്കിലും ഇല്ല. അതുകൊണ്ടാണ് അതങ്ങ് മാറ്റാമെന്ന് ഞാൻ പറഞ്ഞത്. അത് വളരെ ക്ലിയറാണ്, പ്ലെയിനാണ്. വെളിച്ചപ്പാടത്തിയോട് ചോദിക്കാൻ പോയി. ചോദിച്ചപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് എനിക്കിപ്പോഴും അറിയാം, നിങ്ങളെ കാണുമ്പോഴേ അറിയാം. ചോദിച്ചപ്പം ഇത് വന്നത് ശാമുവേൽ തന്നെയാണോ എന്നൊക്കെ ചോദിക്കാൻ ഇങ്ങനെ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം അതവിടെ നിൽക്കട്ടെ. കാരണം അതല്ല പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കൊണ്ട് വെളിച്ചപ്പാടത്തിയോട് ചോദിക്കാൻ പോയതാണ് ഒരു കാരണം. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നമ്മളെ ബാധിക്കുന്നതുമായിട്ടുള്ള കാര്യം അതിന് മുകളിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? യഹോവയോട് ക്രമം വിട്ട് പെരുമാറി, യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും. അപ്പോൾ അത് രണ്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എങ്ങനെയാണ് അതിക്രമം ചെയ്തതും യഹോവയുടെ വചനം പ്രമാണിക്കാതിരുന്നതെന്നും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞ ഇൻസിഡൻസ് അല്ലെങ്കിൽ 6 സംഭവങ്ങൾ പറയുകയുണ്ടായി. 3 പ്രാവശ്യം ഫെലിസ്ത്യരോടും ദാവീദിനോടും അമാലേക്കിനോടും അമ്മോന്യരോടും. ഈ 6 സംഭവങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ എവിടെയാണ് ശൗലിന് അബദ്ധം പറ്റിയത്, അതിക്രമം ചെയ്തതെന്നുള്ളത് ഗ്രഹിക്കാൻ പറ്റും. ഞാൻ ഓരോ അധ്യായങ്ങളും വായിച്ച് അത് മുഴുവനും നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഹൈലൈറ്റ്സ് മാത്രം പറഞ്ഞു വിടാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് കിട്ടിയാൽ പിന്നെ ബാക്കി നിങ്ങൾക്ക് വായിക്കുമ്പം കാണാനായിട്ട് സാധിക്കുമല്ലോ. അതായത് ഈ സംഭവങ്ങൾ നടക്കുന്നത് 11-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെയാണ്. 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ആൻ ആക്ട് ഓഫ് ഇംപേഷ്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് അതിക്രമം ഉണ്ടായത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻ ആക്ട് ഓഫ് അക്ഷമയുണ്ടായി. അതായത് ശമൂവേൽ വരുന്നത് വരെ എന്ത് ചെയ്തില്ല, കാത്തിരുന്നില്ല. അപ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ ദൈവം നമ്മളോടൊരു കാര്യത്തിനായിട്ട് വെയിറ്റ് ചെയ്യാൻ, കാത്തിരിക്കാൻ പറഞ്ഞാൽ അത് വരുന്നത് വരെയും എന്ത് ചെയ്യണം, കാത്തിരിക്കണം. നമ്മൾ ഹബക്കൂക്കിൽ വായിക്കുന്നുണ്ട്, അവൻ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വൈകിയാലും വരും, അതുകൊണ്ട് നീ അതിനായിട്ട് എന്ത് ചെയ്യണം, കാത്തിരിക്കണം. അപ്പോൾ ദൈവം കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോയിട്ടില്ല. ദാവീദ് പറയുന്നുണ്ട്, ഇതിനങ്ങേപ്പത്തിന് നമ്മൾ ദാവീദിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, ഞാൻ യഹോവയ്ക്കായി. അപ്പോൾ ഞാൻ പറയാറുണ്ട് അത്രയും കാത്തു പോരാന്ന്. ഞാൻ യഹോവയ്ക്കായി കാത്ത് അവൻ വരുന്നത് വരെയും ഇരുന്നു എന്ന് പറയേണ്ടതായിട്ട് വരും. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു എന്നൊക്കെയാണ് വാക്യം. ഞാൻ കുറച്ച് കാത്തു കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതെന്തിനാണെന്ന് വെച്ചാൽ ഐ പേഷ്യൻ്റ്ലി വെയിറ്റഡ് ടിൽ ഐ ഗോട്ട് an answer from God. ദൈവം എൻ്റെ അടുത്തേക്ക് ഉത്തരവുമായി വരുന്നത് വരെയും ഞാൻ എന്ത് ചെയ്തു, ക്ഷമയോടെ ദൈവത്തിനായി
അപ്പം അങ്ങനെ കാത്തിരിക്കുന്നില്ലെങ്കിൽ ദൈവം അതിനെ കാണുന്നത് അതിക്രമം, ക്രമം തെറ്റിയെന്നാണ്. നീ കാത്തിരിക്കണം, ഞാൻ പറഞ്ഞ സമയം വരെ നീ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മളിനി ഒരാളെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ആരെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? ദാവീദിനെ കുറിച്ച്. ദാവീദ് എന്ത് ചെയ്തു? അവൻ യഹോവയ്ക്ക് സങ്കീർത്തനം എഴുതിയത് അനുഭവത്തിൽ നിന്നാണ്, അല്ലേ? യഹോവയ്ക്കായി കാത്തിരിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അഭിഷേകം പ്രാപിച്ചിട്ട് കൊല്ലം എത്രയായി? ഒന്ന് പഠിക്കണം കേട്ടോ. അഭിഷേകം പ്രാപിച്ചിട്ട് ഒരുപാട് കൊല്ലമായി. ശൗലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത കൊല്ലം തന്നെ, അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്തേനെ? രാജസ്ഥാനം പിടിച്ചെടുത്ത് എന്നെ അഭിഷേകം ചെയ്തത് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ച് സിംഹാസനം കരസ്ഥമാക്കിയേനെ. എന്നാൽ ദാവീദ് റിലക്റ്റൻ്റ് ആണ്, അല്ലേ? ദാവീദ് എന്ത് ചെയ്തു? ദൈവത്തിനായി കാത്തിരുന്നു, ദൈവത്തിൻ്റെ സമയത്തിനായി പേഷ്യൻ്റ്ലി വെയിറ്റഡ്, അല്ലേ? അവസാനം വരെയും, ദൈവത്തിൻ്റെ സമയം ആകുന്നത് വരെയും അവൻ കാത്തിരുന്നു. അതിന് മുമ്പ് എത്രയോ പ്രാവശ്യം ശൗലിനെ നീക്കി കളയാമായിരുന്നു, ഇല്ലേ? പടനായകനായിരുന്നു, ഒളിച്ചോടി നടന്ന സമയത്ത് അവനെ കൈ കിട്ടി, ബട്ട് ഹീ വെയിറ്റഡ്. അപ്പോൾ ഇത് ഒരു കമ്പാരിസണാണ്. അപ്പോൾ നമുക്ക്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചാർട്ട് വരയ്ക്കാമെന്ന് പറഞ്ഞതിലെ കമ്പാരിസൺ ഒന്നുമല്ല, പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവന്നതാണ്. സോൾ വാസ് ഇംപേഷ്യൻറ്റ് ബട്ട് ഡേവിഡ് വാസ് പേഷ്യൻറ്റ്. ശൗൽ അക്ഷമ കാണിച്ചപ്പോൾ ദാവീദ് എന്ത് കാണിച്ചു? ക്ഷമയോടെ ദൈവത്തിനായി, ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ 14-ാം അധ്യായത്തിൽ കാണുന്നത് ഹിസ് ക്രൂവൽറ്റി ടുവേഡ്സ് ജോനാഥാൻ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും ജോനാഥാൻ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഈ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ. ഞാൻ 3 പേരുടെ ജീവചരിത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളും ജോനാഥാൻ ഇല്ലേ എന്നൊക്കെ ചിന്തിച്ച് കാണുമെന്ന് എനിക്കറിയാം. ജോനാഥാനുണ്ട്, ജോനാഥാനെക്കുറിച്ച് പഠിക്കണം. ജോനാഥാനും ദാവീദും തമ്മിലുള്ള സ്നേഹം പ്രത്യേകം പഠന വിഷയമാക്കണം. പക്ഷെ ആ സ്നേഹം ഉണ്ടായതുകൊണ്ട് ശൗലിന് ജോനാഥാനോടുണ്ടായ മനോഭാവം എന്തായിരുന്നു? ക്രൂവൽറ്റി, ക്രൂരത. ആ ക്രൂരത ദൈവം നോട്ട് ചെയ്തു. ഈ ആരായി ജോനാഥാൻ? സ്വന്തം മകനാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ദാവീദിൻ്റെ സ്നേഹിതനായതുകൊണ്ട് ഇവൻ സ്വന്തം മകനാണെന്നുള്ള കാര്യം പോലും ശൗൽ എന്ത് ചെയ്തു? മറന്നുപോയി. അത്രയും ക്രൂവലാകാൻ പാടില്ല. സോ ഗോഡ് ഈസ് കൺസേൺഡ് അബൌട്ട് യുവർ ഫാദർഹുഡ്, യുവർ സൺഷിപ്പ് ആൻഡ് യുവർ റിലേഷൻഷിപ്പ്. ഇതിനെക്കുറിച്ചൊക്കെ ദൈവത്തിന് കൺസേൺ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയുകയും അവൻ്റെ ക്രൂവൽറ്റി ദൈവം ഗൗരവമായിട്ട് എടുക്കുകയും ചെയ്തു. അവൻ പറയുന്നുണ്ട്, ജോനാഥാനെ നീ മരിക്കണം, അല്ലേ? ജോനാഥാനെ നീ മരിക്കണം. 14-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യമൊക്കെ വായിച്ചാൽ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നീ മരിക്കണം, നീ ജീവിച്ചിരിക്കാൻ പാടില്ല. അത് അദ്ദേഹത്തിൻ്റെ തീരുമാനം കൊണ്ടൊന്നുമല്ല. ഇവൻ ജീവിച്ചിരുന്നാൽ ആർക്ക് ഗുണമുണ്ടാകും? ദാവീദിന് ഗുണമുണ്ടാകും. അതുണ്ടാകരുത്. അപ്പോൾ ഇൻറ്റൻഷൻ, മോട്ടീവ് ശരിയല്ല എന്നുള്ളതാണ് ദൈവം കാണുന്നത്. ഇവൻ്റെ മനോഭാവങ്ങൾ എപ്പോഴും ദൈവസന്നിധിയിൽ ദോഷമുള്ളതായിരുന്നു. അതാണ് ദൈവം കണക്കിലെടുത്തത്. അല്ലാതെ അവൻ്റെ പ്രവൃത്തികളോ അവൻ്റെ തെറ്റുകളോ മാത്രമല്ല. അതിലാണ്, മനോഭാവത്തിലാണ് തെറ്റിപ്പോയത്. മനോഭാവം തെറ്റിയപ്പോൾ പ്രവൃത്തികളും തെറ്റിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് അൻ ആക്ട് ഓഫ് റെബല്യൺ, മത്സരമാണ്. കാരണം ഞാൻ മത്സരമാണെന്ന് പറയാൻ കാര്യം അവിടെ തന്നെ വാക്യമുണ്ട്, അല്ലേ? അനുസരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന വാക്യം 15-ന്റെ 22, 23 വാക്യം എന്താ പറയുന്നത്? കാണാതറിയാവുന്ന വാക്യമാണല്ലോ. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സുകളെക്കാളും നല്ലത്. മത്സരം ആഭിചാര ദോഷം പോലെയും. അപ്പം മത്സരം എന്നുള്ള പദം അവിടെ ഉപയോഗിച്ചു. യു ആർ റെബല്യസ്. നീ മത്സരിക്കുന്നവനാണ്, ആഭിചാരം ചെയ്യുന്നവനാണ്. പക്ഷേ ആഭിചാരം ചെയ്യുന്നവനാണെന്ന് അവിടെ വായിച്ചപ്പോൾ നമുക്ക് അവൻ ആഭിചാരം ചെയ്യുമോ എന്നൊരു സംശയം തോന്നിക്കാണും. കാരണം അഭിഷേകം പ്രാപിച്ചവനൊക്കെയാണ്. പക്ഷേ 28-ാം അധ്യായം വരെ വെയിറ്റ് ചെയ്താൽ മതി. 28-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഇവനെവിടെ പോയി? വെളിച്ചപ്പാടത്തിൽ എടുക്കൽ ആഭിചാരം ചെയ്യാൻ തന്നെ പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് ദൈവം കാണുകയാണ് ഇവൻ്റെ ഹൃദയത്തിൽ എന്തിരിപ്പുണ്ട്? ഇവൻ്റെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്, മത്സരവും ഇരിപ്പുണ്ട്, ആഭിചാരവും ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഇവൻ എന്ത് ചെയ്തത്? അനുസരണക്കേട് കാണിച്ചത്. അപ്പോൾ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മാത്സര്യമുണ്ട്, നമ്മുടെ ഉള്ളിൽ ആഭിചാര താല്പര്യം ഉണ്ട്. ഭാവി അറിയാൻ ദൈവം ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത ഇരിപ്പുണ്ട്. ദാറ്റ് വാസ് ഓൾസോ എ വെരി ഗ്രേവ് മിസ്റ്റേക്ക്. ശൗലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വളരെ ഗൗരവമായ വീഴ്ചയാണ്, ഗുരുതരമായ തെറ്റാണ് ഈ സന്ദർഭങ്ങളിലെല്ലാം സംഭവിച്ചത്. കൃത്യതയോടുകൂടി ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്യാനായിട്ട് അവൻ ശ്രദ്ധിക്കേണ്ടത് ആയിരുന്നു എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു കളയരുത്. 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 16-ന്റെ 14 വേണമെങ്കിലും ഒന്ന് വായിക്കാം. 16-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. കണ്ടോ, ഇങ്ങനെ നിരന്തരം ദൈവത്തോട് മറുതലിച്ചു പോയതുകൊണ്ട് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഡിപ്പാർട്ടഡ് ഫ്രം ഹിം.
ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. ഇപ്പോഴും സംശയം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ദൈവം ദുരാത്മാവിനെ അയക്കുമോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയച്ച എന്ന് പറഞ്ഞാൽ ദൈവം അനുവദിക്കാതെ ഒരു കാര്യവും ഈ ലോകത്തിൽ സംഭവിക്കുകയല്ല. ദൈവം ദുരാത്മാവിനെ അയച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. ദുരാത്മാക്കളെ അയക്കുന്നത് ദൈവമാണോ? അല്ല, ദൈവം അയക്കുന്നത് ആരെയാണ്? നല്ല ആത്മാവിനെ. പക്ഷേ ദൈവം അനുവദിക്കാതെ ഒരു കാര്യവും ഈ ലോകത്തിൽ സംഭവിക്കുകയല്ല. ദൈവം തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ വെച്ചിരിക്കുന്നു. അവൻ്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു. എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഒരു ദുരാത്മാവ് വന്ന് കയറണമെങ്കിലും ദൈവം എന്ത് ചെയ്യണം? അനുവാദം കൊടുക്കണം. ഇപ്പം ഞങ്ങൾ ചില വാക്യങ്ങളൊക്കെ മറന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് ഇതെല്ലാം ദൈവം അനുവദിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഹാൻഡ് അതിൻ്റെ പിന്നിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവന് ഈ ആത്മാവ് കൊള്ളുക, അല്ലെങ്കിൽ പിന്നെ അടുത്ത ആത്മാവ് കയറിക്കോട്ടെ എന്ന് ദൈവം അനുവദിച്ച് കാണും. കാരണം അവൻ്റെ, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളെ കുറച്ച് മറന്നുപോയി കാണും. മനോഭാവം, അവൻ്റെ പ്രവൃത്തികളുടെ അങ്ങേയറ്റത്തിരിക്കുന്ന മനോഭാവം നോക്കിയപ്പോൾ അതിന് ചേർന്നത് പരിശുദ്ധാത്മാവല്ല, അതിന് ചേർന്നത് അശുദ്ധാത്മാവാണ്. എന്നാൽ പിന്നെ അതായിക്കോട്ടെ ഇന്ന് ദൈവം ഒരു അനുവാദം കൊടുത്തു കാണും. അതുകൊണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദുരാത്മാവ് വന്നതിനേക്കാൾ പ്രധാനം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ദുരാത്മാവ് വന്നത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് വിട്ടുപോയത് കൊണ്ടാണ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. വന്ന ആത്മാവിനേക്കാൾ പ്രധാനപ്പെട്ടത് വിട്ടുപോയ ആത്മാവ്. ഇവനിൽ നല്ല ആത്മാവ് ഉണ്ടായിരുന്നു നേരത്തെ. ആ ആത്മാവിന് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അല്ലേ? പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയരുത്. പരിശുദ്ധാത്മാവിനെ ഗിവ് സ്പേസ്, സ്ഥലം കൊടുക്കണം, അനുവദിക്കണം എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്. അപ്പം ഇദ്ദേഹം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആളായിരുന്നെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്? പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആത്മാവ് നിറഞ്ഞവരായി. എന്താണ് ആത്മാവ് നിറയുക എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം കം അണ്ടർ ദ കൺട്രോൾ എന്നാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അവിടെ സ്തെഫനോസിനെ കല്ലെറിയാനായിട്ട് വന്ന ആളുകൾ അസൂയ നിറഞ്ഞവരായി എന്ന് എഴുതിയിട്ടുണ്ട്. എന്ത് നിറഞ്ഞു? അസൂയ നിറഞ്ഞു. അപ്പോൾ അവരെ കൺട്രോൾ ചെയ്ത വികാരം അസൂയ. പക്ഷേ കല്ലൊക്കെ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് തോന്നിക്കാണും? കല്ലെറിഞ്ഞ അദ്ദേഹത്തിൻ്റെ മരണം കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നിക്കാണും? ആരോ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നില്ലെങ്കിലും, വേണ്ടായിരുന്നു, പാവം, അദ്ദേഹത്തെ വെറുതെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. കാരണം മരിച്ച സമയത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യേശു നിൽക്കുന്നതൊക്കെ കണ്ട്, അല്ലേ, ആ പ്രാർത്ഥനയൊക്കെ, ഇവരുടെ പാവം നിർത്തരുത് എന്നൊക്കെ കണ്ട ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയം തീർച്ചയായിട്ടും അലിഞ്ഞു പോയി കാണും. ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നും. പക്ഷേ അത് ചെയ്ത സമയത്ത് അവർ എന്തായിരുന്നു? അണ്ടർ ദ കൺട്രോൾ ഓഫ് ജലസി, അസൂയ നിറഞ്ഞവരായിരുന്നു. അപ്പോൾ യേശുവിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ആളുകൾ കോപം നിറഞ്ഞവരായി യേശുവിനെ തള്ളിയിടാനായിട്ട്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിൽ ഒരു ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അസൂയ നിറഞ്ഞു, കോപം നിറഞ്ഞു, പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ശ്രദ്ധിക്കണേ, എന്ത് നിറഞ്ഞു? അസൂയ നിറഞ്ഞു, കോപം നിറഞ്ഞു, പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഒരു പഴയ കാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ നാട്ടിൻപുറത്തുള്ള ഒരു മദ്യപാനിയെ നിങ്ങൾ മനസ്സിൽ കാണുക. കാരണം ഇപ്പം മാന്യന്മാരായ പട്ടണവാസികളായ മദ്യപാനികൾ ഇങ്ങനെ ചെയ്യുകയല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. പണ്ട് കാലത്തൊക്കെ നാട്ടിൻപുറത്തെ മദ്യപാനികൾ വൈകുന്നേരം വരുമ്പോൾ ചിലപ്പോൾ ഭാര്യയോട് കയർക്കുകയും ചോറും കലം വലിച്ച് എറിയുകയൊക്കെ ചെയ്യുമായിരുന്നു, അല്ലേ? ഇപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, കഴിച്ചേച്ച് തന്നെയായിരിക്കും ചിലപ്പോൾ വരുന്നത്. പക്ഷേ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നേരം വെളുക്കുമ്പം വേണ്ടായിരുന്നു, കാരണം കലം പൊട്ടിപ്പോയി, ഇനി ആര് വേണം കലം മേടിച്ചു കൊടുക്കാൻ? ഇങ്ങേര് തന്നെ മേടിച്ചു കൊടുക്കണം, അതിനുള്ള നിവൃത്തിയില്ല. അപ്പോൾ തോന്നും ഇത് വേണ്ടായിരുന്നു. പക്ഷേ വേണ്ടായിരുന്നു എന്നറിയാമെങ്കിലും അന്ന് വൈകുന്നേരവും കുടിക്കും. അന്ന് വൈകുന്നേരം വന്ന് കലമില്ലെങ്കിൽ ചട്ടി തല്ലി പൊട്ടിക്കും, ഇല്ലെങ്കിൽ ഭാര്യയ്ക്കിട്ട് തല്ലും. അന്നേരം തോന്നും, എന്ത് തോന്നും? വേണ്ടായിരുന്നു. അപ്പോൾ എന്താ പ്രശ്നം എന്താണ്? ചില ആളുകളൊക്കെ ഞങ്ങളിത് പണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. മുമ്പേ ചിലരൊക്കെ ഈ ആൾക്കാരായിരുന്നു, എന്നാൽ കർത്താവ് നമ്മളെ വിടുവിച്ചതുകൊണ്ട് സ്തോത്രം, അല്ലേ? അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് തിരിഞ്ഞ് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, വി വെയർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ലിക്കർ. അതുകൊണ്ടാണ് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. നമ്മളെ നിയന്ത്രിച്ചിരുന്നത് നമ്മളല്ല, മദ്യം. അപ്പോൾ പറയാത്തതൊക്കെ പറയും, പാടാത്തതൊക്കെ പാടും, അല്ലേ? വസ്ത്രം എങ്ങനെ കിടന്നാലും അറിയത്തില്ല. യു ആർ നോട്ട് അണ്ടർ യുവർ കൺട്രോൾ. ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവ് നിറയുക എന്ന് പറഞ്ഞാൽ.
യു ആർ കൺട്രോൾഡ് ബൈ ഗോഡ്, ഹോളി സ്പിരിറ്റ് എന്നാണ്. അല്ലാതെ രണ്ട് ഭാഷ പറഞ്ഞു, കൈ അനങ്ങി, അതൊക്കെ ഉണ്ടാകുമായിരിക്കും കേട്ടോ. കാരണം മദ്യപാനി എന്ത് പറഞ്ഞു? പാട്ടുപാടി, കൈ അനങ്ങി, കാലനങ്ങി, ഡാൻസ് ചെയ്തു. പക്ഷെ അതിൻ്റെ റിയൽ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കൈ അനങ്ങിയതാണോ കാര്യം? കാലനങ്ങിയതാണോ കാര്യം? ചീത്ത പറഞ്ഞതാണോ കാര്യം? അല്ല, കാര്യം എന്താണ്? അവൻ കള്ളു കുടിച്ചെന്നുള്ളതാണ് അല്ലേ? കള്ളിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു, കോപത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു, അസൂയയുടെ നിയന്ത്രണത്തിലായിരുന്നു. സോ നിറഞ്ഞു എന്ന് പറഞ്ഞാൽ യു ആർ അണ്ടർ ദി കൺട്രോൾ ഓഫ്. അപ്പോൾ ഇത് നിങ്ങളിപ്പം ശൗലിൻ്റെ ജീവിതം പരിശോധിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി കാണും. ആത്മാവ് നിറഞ്ഞ് ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് തുടങ്ങിയത്, അങ്ങനെയാണ് ജയമൊക്കെ കിട്ടിയത്. പക്ഷേ പെതുക്കെ പെതുക്കെ ആത്മാവിനെ ദുഃഖിപ്പിച്ചു, അല്ലേ? ആത്മാവിനെ ദുഃഖിപ്പിച്ചു, ആത്മാവിനെ കെടുത്തി, ആത്മാവുമായിട്ടൊരു സന്ധിയില്ലാത്ത സമരത്തിലായി. അപ്പോൾ ആത്മാവ് ആയാലും ഈ പരിശുദ്ധാത്മാവ് വഴക്കിൻ്റെ ആത്മാവല്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് വഴക്കാളി ആത്മാവല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ അടിച്ചു പിടിച്ച് നിങ്ങളുടെ ഹൃദയത്തിലൊന്നും ആത്മാവ് നിൽക്കുകയല്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് തീരുമാനിച്ചു? ഇത് നല്ല സ്ഥലമല്ല. ആത്മാവ്, ഈ ആത്മാവിൻ്റെ പേര് തന്നെ പരിശുദ്ധാത്മാവെന്നാണ്. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് നിൻ്റെ സ്ഥിരമായ ആത്മാവിനെ എന്നിൽ. അപ്പോൾ ഈ ഹൃദയം നിർമ്മലമല്ല, ആത്മാവിന് വസിക്കാൻ കൊല്ലാത്ത സ്ഥലം അല്ലാന്ന് കാണുമ്പോൾ ആത്മാവ് എന്ത് ചെയ്യും? ഇറ്റ് ഡിപ്പാർട്സ്. അതുകൊണ്ടാണ് ശൗലിനെ ആത്മാവ് വിട്ടുപോയത്. നമ്മൾ പെട്ടെന്ന് ദൈവം ഭയങ്കരനാണല്ലോ എന്നാണ് ചിന്തിച്ചത്, അല്ലേ? പലരും വായിച്ചപ്പോൾ എന്താ ചിന്തിച്ചത്? എന്നാലും ദൈവം കൊള്ളാമല്ലോ, പരിശുദ്ധാത്മാവിനെ അങ്ങ് എടുത്തേച്ച് ദുരാത്മാവിനെ അങ്ങ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ മറന്നുപോയി. ഏതെങ്കിലും ഒരു ആത്മാവ് ദൈവത്തെ വിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിൻ്റേതല്ല, അവൻ്റേത് തന്നെയാണ്. ഇവനെന്താ ഇവിടെ കുഴപ്പം ചെയ്തത്? ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലിരിക്കെ തന്നെ അനന്യാസ് സഫീറയും അവരോട് ചോദിച്ചതുപോലെ, ഈ ആത്മാവ് ഇരിക്കെ ഈ വ്യാജം കാണിപ്പാൻ നിനക്കെങ്ങനെ? ചോദിച്ചില്ലേ? വ്യാജം കാണിച്ചില്ലേ? ആത്മാവില്ലായിരുന്നോ? ആത്മാവ് കത്തി നിൽക്കുമായിരുന്നു. ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പോരാ. ആത്മാവ് പെന്തക്കോസ് നാളും ആദ്യത്തെ നൂറ്റാണ്ടിലും നിറഞ്ഞ് കത്തി നിന്നതുപോലെ ഏതെങ്കിലും കാലത്തിൽ നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിനിടയ്ക്കും വ്യാജം കാണിക്കാൻ പറ്റുമെങ്കിൽ ഈ കാലത്തിൽ എത്ര അധികം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുകയും പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാതിരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ, പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ. അപ്പോൾ ഇതൊക്കെ ശൗലിന് ബോധം വരുത്തിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ബോധം വരുത്തിയോ? വരുത്തി കാണുമോ? തീർച്ചയായിട്ടും. ഈ ചെയ്തതൊക്കെ തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യം ഉണ്ടായിരുന്നോ? കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച് കേൾപ്പിച്ച 15-ാം അധ്യായത്തിൽ നിന്ന്, നീ ചെയ്തത് ഭോഷത്വം എന്ന് പറഞ്ഞ ഉടനെ പുള്ളി പറഞ്ഞു, അയ്യോ ഞാൻ പാപം ചെയ്തു. ഓർക്കുന്നുണ്ടോ? പക്ഷേ ഒരു പക്ഷേ പറഞ്ഞു, എങ്കിലും പറഞ്ഞു. എങ്കിലും എന്നാ പറഞ്ഞത്? ഓർക്കുന്നുണ്ടോ? എങ്കിലും ജനത്തിൻ്റെ മുൻപാകെ. ഇപ്പോൾ അതെല്ലാവരും മറന്നു പോയ ഒരു മട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 15-ാം അധ്യായത്തിൽ നിന്ന് ആ വാക്യങ്ങൾ നോക്കുന്നത് നന്നായിരിക്കും. 22 മുതലൊന്ന് വായിച്ചേ തുടർന്ന്. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാരം പോലെയും ശാഠ്യം മിഥ്യാപൂജ പോലെയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്നും തള്ളിക്കളഞ്ഞിരിക്കുന്നു. ആദ്യം തന്നെ ഇവൻ എന്ത് ചെയ്തു? യഹോവയുടെ വചനത്തെ, തീർന്നില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്ത വാക്യം. ശൗൽ ശമൂവേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ടു. അപ്പം നമ്മൾ ആരെയായിരുന്നു ഭയപ്പെടേണ്ടിയിരുന്നത്? ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടുന്നതിന് പകരം ആരെ ഭയപ്പെട്ടു? ജനത്തെ ഭയപ്പെട്ടു. അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ. ആരുടെ വാക്കായിരുന്നു അനുസരിക്കേണ്ടിയിരുന്നത്? ദൈവത്തിൻ്റെ വാക്ക്. അതിന് പകരം ഇപ്പോൾ ആരുടെ വാക്ക് അനുസരിച്ചു? കണ്ടോ? അപ്പോൾ ഏത് ആത്മാവാന്നുള്ളത്, എന്ത് താല്പര്യമാണെന്നുള്ളത് ക്ലിയർ ആണല്ലോ. എന്നിട്ട് യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ചു പാപം ചെയ്തിരിക്കുന്നു. യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞത് പറഞ്ഞു കൊടുക്കാൻ ഏൽപ്പിച്ചവൻ്റെ വാക്കും ലംഘിച്ചെന്ന്. അതിന് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. നമ്മൾ ശമൂവേലിനെ വിട്ടേച്ച് നമ്മുടെ കാര്യം കാണണം. എനിക്കെപ്പോഴും അതാ ഇൻട്രസ്റ്റ് കേട്ടോ. അതായത് ദൈവം നേരിട്ടൊക്കെ നമ്മളോട് ചില കാര്യങ്ങൾ പറയും, അത് നമ്മൾ അനുവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്, നമ്മളെ നോക്കാനായിട്ടും ദൈവം ചില ആളുകളെ നിയോഗിക്കുകയല്ലേ. നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴടങ്ങിയിരിക്കണം, അല്ലായെങ്കിൽ നിങ്ങൾക്ക്
അപ്പോൾ അതുകൊണ്ടത് എടുത്തു പറഞ്ഞിരിക്കുന്നത്, എടുത്തല്ലേ പറഞ്ഞേക്കുന്നത്. ദൈവത്തെ അനുസരിച്ചില്ല, ശമൂവേലിനെയും അനുസരിച്ചില്ല. ദൈവത്തെ അനുസരിച്ചില്ല, ദൈവത്തിൻ്റെ നടത്തിപ്പുകാരെയും അനുസരിച്ച്, രണ്ടും തള്ളിക്കളഞ്ഞു. വീണ്ടും എന്നിട്ടെന്താ പിന്നെ വായിച്ചാട്ടെ. ഞാൻ ജനത്തെ ഭയപ്പെട്ടു, അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. എങ്കിലും അപ്പൊ എനിക്ക് ബോധ്യമുണ്ട്. എന്തുണ്ട്? ശൗലിന് എന്ത് ബോധമുണ്ട്? ഞാൻ പാപം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ് ഈ പാപബോധം എൻ്റെ ഉള്ളിൽ വന്നത്. എങ്കിലും എന്റെ പാപം ക്ഷമിച്ച് ഞാൻ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോട് കൂടെ പോരണമേ എന്ന് പറഞ്ഞു. ഇതാരോടാ പറയേണ്ടത്? ആരാ പാപം ക്ഷമിക്കേണ്ടത്? ഈ യഹൂദന്മാർ വളരെ ശക്തമായിട്ട് യേശു വന്ന് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ കോപിച്ചല്ലോ. എന്നിട്ട് എന്താ പറഞ്ഞത്? പാപം മോചിക്കാൻ നിനക്ക് അധികാരമുണ്ടോ? മനുഷ്യന് അധികാരമുണ്ടോ? ദൈവത്തിനല്ലേ. അപ്പം അത് ഇവർക്ക് അറിയാമല്ലോ എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഇപ്പം ശമൂവേലിനോടാണോ പറയണത് എൻ്റെ പാപം ക്ഷമിക്കണമെന്ന്? ഇതാരോടാ പറയേണ്ടിയിരുന്നത്? ദൈവത്തോ. എളുപ്പ വഴി തേടുകയാണ്, ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല, അതങ്ങ് അടച്ചു. എന്നിട്ട് വീണ്ടും അതെന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ അടുക്ക് പോകാഞ്ഞത്? ഇത്തിരി താഴേക്ക് ചാടി 30-ാം വാക്യം വായിക്കാം. അപ്പോൾ അവൻ ഞാൻ പാപം ചെയ്തിരിക്കുന്നു എങ്കിലും, വേണ്ടോ? അത് ബോധ്യമുണ്ട്. ഞാൻ പാപം പിന്നെ അത് പോകുന്നില്ല, കാരണം ആത്മാവ് വിട്ടുപോയിട്ടില്ല. 16-ന്റെ 14 വിട്ടുപോകുള്ളൂ. ഇപ്പം എത്ര ആയിട്ടുള്ളൂ? 15-30 ആയിട്ടുള്ളൂ. അപ്പോൾ ആത്മാവ് വിട്ടുപോയിട്ടില്ല. ആത്മാവ് ഇപ്പോഴും എവിടെ ഉണ്ട്? ആത്മാവ് എപ്പോഴും 15-ാം അധ്യായത്തിലുണ്ടെന്നല്ല, ശൗലിൻ്റെ ഉള്ളിലുണ്ട്. ശൗലിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട് ഇപ്പോഴും ആത്മാവ്. ഇനി ഒരധ്യായം കൂടെ കഴിഞ്ഞേ വിട്ടുപോകുള്ളൂ. അപ്പോൾ എന്നിട്ട് എന്ത് പറയുകയാണ്? അപ്പോൾ അവൻ ഞാൻ പാപം ചെയ്തിരിക്കുന്നു എങ്കിലും ജനത്തിന്റെ മൂപ്പന്മാരുടെയും ഇസ്രായേലിന്റെയും മുമ്പാകെ ഇപ്പോൾ എന്നെ മാനിച്ച്. ഇവിടെ പ്രശ്നം. ആരെ മാനിക്കണം? എന്നെ മാനിക്കണം. ഞാൻ ഇവിടുത്തെ രാജാവാണ്. എനിക്കൊരു കുറച്ചിലും ഒരു ക്ഷീണവും വരാൻ പാടില്ല. എന്നെ മാനിക്കണം. പക്ഷെ ദൈവം പറഞ്ഞ അങ്ങനല്ല. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ മാനിക്കാത്തവനെ ഞാൻ മാനിക്കുകയായിരുന്നു. അപ്പം ആത്മാവ് അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും അവൻ ആത്മാവിനെ മൂലക്കിരുത്തി, ആത്മാവിനെ ദുഃഖിപ്പിച്ചു, ആത്മാവിനെ കെടുത്തിക്കളഞ്ഞു. ആത്മാവിനെതിരായിട്ട് വിൽഫുൾ സിന്നിങ്, മനഃപൂർവ്വം എന്ത് ചെയ്തു? പാപം ചെയ്തു. അതുകൊണ്ടാണ് ആത്മാവ് അവനെ വിട്ടുമാറിയത്. ഇനി ആത്മാവിനെ അവിടെ ഇരുന്നിട്ട് സ്പേസ് ഇല്ല. കാരണം ആത്മാവിനെ അവനെ അനുസരിക്കുന്നില്ല, ആത്മാവിനെ വിധേയപ്പെടുന്നില്ല, ആത്മാവ് പറയുന്നത് കേൾക്കുന്നില്ല. പിന്നെ ആത്മാവ് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ആത്മാവ് അവനെ ഡിപ്പാർട്ട് ചെയ്തത്. അപ്പം തീർച്ചയായിട്ടും അവൻ ആർക്ക് സ്പേസ് കൊടുത്തു? പിശാചിന് ഇടം കൊടുത്തു. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? പിശാചിനിടം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ ഇത് രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പിശാചിനിടം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുമ്പം ആർക്കിടം കൊടുക്കുന്നു? വാക്യം വായിക്കണോ? വേണ്ടല്ലോ, എനിക്ക് പരിചയമുള്ള ആളുകളായതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. ആര് പിശാചിന് ഇടം കൊടുത്തു? ദൈവം അല്ലേ? നമ്മൾ തന്നെ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതുപോലെ, റോമാലേഖനത്തിൽ പറയുന്നത് പോലെ, ദൈവത്തിൻ്റെ വഴിക്ക് പോരാൻ നമുക്ക് താല്പര്യമില്ല എന്ന് ഇത്രയുമൊക്കെ ദൈവം ചെയ്തിട്ടും ബോധ്യപ്പെട്ടാൽ ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു. ഗോഡ് ഗേവ് ദം അപ്പ്. ഓർക്കുന്നുണ്ടോ? ഉചിതമല്ലാത്തത് ചെയ്യുവാൻ ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു കളഞ്ഞു. മലയാളം പുസ്തകത്തിൽ ഏൽപ്പിച്ചു എന്നാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ ഗേവ് ദം അപ്പ് എന്നാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആര് നമ്മളെ കൈവിട്ടാലും കുഴപ്പമില്ല, ദൈവം കൈവിട്ടാൽ പിന്നെ നമ്മുടെ കേസ് വളരെ അപകടത്തിലാണ്. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത്. അദ്ദേഹം നിരന്തരമായിട്ട് ദൈവത്തിൻ്റെ ആലോചന തള്ളിക്കളയാൻ തീരുമാനിച്ചപ്പോൾ ദൈവവും അവനെ അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ആലോചനകളും ദൈവത്തിൻ്റെ വചനവും ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ മസ്റ്റ് ബി വെരി കെയർഫുൾ ടു ഒബേ, ടു ഡു, ടു ടേക്ക് ഹീഡ്. അത് വളരെ ശ്രദ്ധയോടെ കേട്ട് എല്ലാം അനുവർത്തിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ദൈവം നമ്മെ എന്ത് ചെയ്യും? കൈവിട്ട് കളയും. പിന്നെ നമ്മുടെ വഴിക്ക് പോകാനായിട്ട് ദൈവം അനുവദിക്കും. അങ്ങനെ അനുവദിച്ചപ്പോൾ പിശാചിന് മനസ്സിലായി, ഇപ്പോൾ ദൈവത്തിൻ്റെ പരിരക്ഷണ ഇവനില്ല, അപ്പോൾ എനിക്ക് കയറാമെന്ന് മനസ്സിലായി. അതാണ് ദൈവം അയച്ചാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അയച്ചാന്നുള്ള പദമുള്ളതുകൊണ്ട് അതിന് ഇത്രയും പറയേണ്ടി വന്നത്. ദൈവം അനുവദിച്ച. ഇപ്പോൾ കൺഫ്യൂഷൻ മാറിക്കാണും. അപ്പം ദൈവം അനുവദിച്ച ഒരു ആത്മാവ് ഇവനിൽ വന്നു. അവൻ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനത്തിൽ നിന്ന് പുറത്തുപോയി. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് അവൻ്റെ ഉള്ളിൽ അസൂയ കുടി വാഴാൻ. 18:29 ശൗൽ ദാവീദിനെ പിന്നെയും അധികം ഭയപ്പെട്ടു. ശൗൽ ദാവീദിന്റെ നിത്യശത്രുവായി തീർന്നു. ശൗൽ ദാവീദ് നിത്യശത്രുവായി തീർന്നു. അവൻ്റെ അസൂയ മൂത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ
ഇവനിൽ നല്ല ഗുണങ്ങൾ വന്ന് നിറയുന്നതിന് പകരം ആവശ്യമില്ലാത്ത അസൂയ, കോപം, അല്ലേ, ക്രൂരത, ഇതൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആണോ? അല്ലല്ലോ. നമ്മൾ നേരത്തെ ഒരു അധ്യായം റെഫർ ചെയ്തായിരുന്നു, എഫേസ്യ ലേഖനം 4-ാം അധ്യായം. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ കയ്പ്, കോപം, ക്രോധം, അല്ലേ, അട്ടഹാസം, അല്ലെങ്കിൽ കൂറ്റാരം, അതിന് അട്ടഹാസം പുതിയ മലയാളത്തിൽ. ഇങ്ങനെ എല്ലാ ദുർഗുണങ്ങളും നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിക്കണം. അതിൻ്റെ മുകളിലാണ് പറഞ്ഞേക്കുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നും പിശാചിനിടം കൊടുക്കരുതെന്നും. പിന്നെ യാക്കോബ പറഞ്ഞത് നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽക്കണം, എന്നാലേ അവൻ നിങ്ങളെ വിട്ട് ദൈവത്തോട് അടുത്ത് ചെല്ലണം, എന്നാലേ അവൻ നിങ്ങളോട് അടുത്തു. അപ്പോൾ ഇവൻ ദൈവത്തോടല്ല അടുത്ത് ചെന്നത്, ആരോടാണ് അടുത്ത് ചെന്നത്? അതുകൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ അടുക്ക് പോയി പാപം ഏറ്റു പറഞ്ഞില്ല. ഒരു പ്രതിസന്ധി വന്നപ്പോഴും ദൈവത്തിൻ്റെ അടുക്കിലേക്കോ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെയോ അന്വേഷിക്കാൻ പോകുന്നതിന് പകരം 28-ാം അധ്യായത്തിൽ ആരുടെ അടുത്തേക്കാണ് പോയത്? വെളിച്ചപ്പാടത്തെ അടുക്കേക്ക്. അപ്പോൾ അവൻ്റെ ഹൃദയ താല്പര്യങ്ങൾ വെളിപ്പെട്ട് വരിക ചെയ്യുന്നത്. സോ ബേസിക്കലി ഹി ഹാഡ് നോ ഇൻറ്റഗ്രിറ്റി, പരമാർത്ഥതയില്ല, ദൈവത്തിൻ്റെ മനുഷ്യനായിട്ട് ജീവിക്കുവാൻ അവന് താല്പര്യമില്ല. ഇതെല്ലാം കൂടെ കാച്ചിക്കുറുക്കിയാണ് നമ്മൾ ദിനവൃത്താന്തം 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ വായിച്ചത്. അവൻ യഹോവയോട് ചെയ്ത അതിക്രമത്താലും ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കായാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിക്കാൻ പോകയാലും അവൻ മരിക്കേണ്ടി വന്നു. അപ്പോൾ അതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. അത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ശൗലിൻ്റെ ജീവിത അന്ത്യം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ശൗൽ മരിച്ചത്? ശൗൽ മരിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്ങനെ മരിച്ചത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഒരു പക്ഷേ ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. വേദപുസ്തകത്തിൽ 2 ശൗലുമാരുണ്ട്. പഴയ നിയമത്തിലൊരു ശൗലുണ്ട്, പുതിയ നിയമത്തിലും ഒരു ശൗലുണ്ട്. പുതിയ നിയമത്തിലെ ശൗലിന് വേറൊരു പേരും കൂടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് പൗലോസ്. 2 പേരുടെയും ജീവിത അന്ത്യം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും കൊള്ളാവുന്ന ഒരു നല്ല കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ഇവരുടെ 2 പേരുടെയും കൂടി ജീവിതാന്ത്യം ഒന്ന് പരിശോധിക്കുക. ഒരാളുടെ ജീവിതാന്ത്യം നിങ്ങൾക്കറിയാം അല്ലേ? ആരുടെ ജീവിതാന്ത്യം അറിയാം? പൗലോസിൻ്റെ. പൗലോസ് എങ്ങനെ മരിച്ചത്? 2 തീമോത്തിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ 4-ാം അധ്യായത്തിൽ. എന്താ പറഞ്ഞത്? 2 തീമോത്തി 4-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എത്ര കോൺഫിഡൻസോടുകൂടിയാണ് അദ്ദേഹം മരണത്തെ എൻ്റെ മുമ്പിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ നിര്യാണകാലവും അടുത്തു. ഇതാ ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടുവാൻ പോകുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തു. എൻ്റെ നിര്യാണകാലം അടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പുസ്തകം വായിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്കേണ്ടി വരുന്നത്. ദ ടൈം ഓഫ് മൈ ഡിപ്പാർച്ചർ എന്നാണ് ഇംഗ്ലീഷിൽ. മലയാളത്തിൽ എൻ്റെ നമ്മൾ മലയാളികളുമായിരിക്കും അയ്യോ പൗലോസ് ചാകാറായി, കാരണം എൻ്റെ നിര്യാണകാലവും. പക്ഷേ ഇംഗ്ലീഷ് പുസ്തകം വായിച്ചാൽ ദ ടൈം ഓഫ് മൈ ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാറായി എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ എയർപോർട്ടിൽ പോയി നോക്കിയാൽ എന്ത് കാണാൻ സാധിക്കും? ടൈം ഓഫ് ഡിപ്പാർച്ചർ ആൻഡ് ടൈം ഓഫ് അറൈവൽ. എയർപോർട്ടിൽ പോയാൽ അവിടെ ഇൻ്റർനാഷണലിലും ഡൊമസ്റ്റിക്കിലും 2 സ്ഥലങ്ങളുണ്ട്. അറൈവൽസ് പ്ലേസും ഉണ്ട്, ഡിപ്പാർച്ചർ. ഏത് ലോഞ്ചിലാണ് പോകേണ്ടതെന്നുള്ളത് തീരുമാനിച്ചിട്ടാണ് അല്ലേ വണ്ടി നമ്മൾ തിരിക്കുന്നത്. ഡിപ്പാർച്ചറിലാണോ അറൈവൽ? അപ്പോൾ പൗലോസ് പറയുന്നത് എന്താ പറയുന്നത്? ദ ടൈം ഓഫ് മൈ ഡിപ്പാർട്ടിങ് ഫ്രം ദിസ് എയർപോർട്ട് ടു ഗോ ടു അനദർ എയർപോർട്ട് എന്നാ പറഞ്ഞത്. ഈ എയർപോർട്ട് വിട്ട് ശരിക്കും നിങ്ങൾ അത് പരിശോധിക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ ഞാൻ പഠിപ്പിച്ചാൽ പിന്നെ തിമോത്തിയോസ് വരുമ്പം പഠിപ്പിക്കാൻ വിഷയം കാണുകയെന്ന് വിചാരിക്കുക നിങ്ങൾ. അതിന് 4 അർത്ഥതലങ്ങളാണ് ആ പദത്തിനുള്ളത് കേട്ടോ. ദ ടൈം ഓഫ് മൈ ഡിപ്പാർച്ചർ, എൻ്റെ നിര്യാണകാലം അടുത്തു എന്ന് പറഞ്ഞാൽ അതിന് 4 തരം അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ അർത്ഥം ഇപ്പോൾ ഞാൻ പറഞ്ഞത്, എ ഷിപ്പ് ഈസ് സെയിലിംഗ് ഫ്രം വൺ പോർട്ട് ടു അനദർ പോർട്ട്, ഓർ എ പ്ലെയിൻ ഈസ് ടേക്കിംഗ് ഓഫ് ഫ്രം വൺ എയർപോർട്ട്. ടേക്ക് ഓഫ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിപ്പാർച്ചർ ഉണ്ടെങ്കിൽ അറൈവലും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ഡിപ്പാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറൈവ് ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ്. എവിടെ അറൈവ് ചെയ്യാൻ പോകുന്നുണ്ട്? ഈസ് ഗോയിങ് ടു അനദർ പ്ലേസ്. വേറെ എയർപോർട്ടിൽ, ഒരു ഹയർ പ്ലെയിനിലുള്ള എയർപോർട്ടിലേക്കാണ് പോയതെന്നാണ് പറഞ്ഞതിൻ്റെ ഒരർത്ഥം. രണ്ടാമത്തെ ഒരു അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു കൂടാരം പണിക്കാരനായിരുന്നു. ഏതാണെങ്കിലും അത് അറിഞ്ഞിരിക്കുന്നതല്ല, നമുക്ക് മറ്റേ ശൗലിലേക്ക് വരാം. ഒരു കൂടാരം പണിക്കാരനായിരുന്നു. ദ ടൈം ഹാസ് കം ഫോർ മീ ടു ബ്രിങ് ഡൗൺ ദ ടെൻറ്റ്.
എൻ്റെ കൂടാരം അഴിച്ചു കെട്ടാൻ സമയമായി എന്നാണ് എൻ്റെ മറ്റൊരർത്ഥം. കൂടാരം അഴിച്ചു കെട്ടുന്നതിന് നിങ്ങൾ വീട്ടിൽ പന്തലൊക്കെ ഇടാറുണ്ടെങ്കിൽ പന്തൽ ആവശ്യം കഴിഞ്ഞാൽ അഴിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞാലും ചിലപ്പോൾ അവരെന്ത് ചെയ്യുകയില്ല, അഴിച്ചുകൊണ്ട് പോകുകയില്ല. അതെന്തുകൊണ്ടാണ്? അഴിച്ചുകൊണ്ട് പോയാൽ കൊണ്ട് സൂക്ഷിക്കുന്നത് ഒരു വലിയ പണിയായതുകൊണ്ട് അവർ പറയാൻ അവിടെ കിടന്നോട്ട് സാറേ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അഴിച്ചോളാം എന്ന് പറയും. പിന്നെ എപ്പോഴാണ് അഴിക്കാൻ വരുന്നത്? ഓ നല്ല മിടുക്കന്മാരെല്ലാവരും വെച്ചിട്ടുണ്ട്. അടുത്ത പരിപാടി കിട്ടിക്കഴിയുമ്പോഴാണ് ഇത്. അപ്പോൾ നമുക്ക് സമാധാനമായി, കാരണം ഏതായാലും ഞാൻ പറഞ്ഞു കാശും കൊടുത്തതാണ്, അധികം പൈസ ഒന്നും ചാർജ് ചെയ്യാല്ല, സാധനം അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇത് അഴിക്കുമ്പോൾ നമുക്ക് എന്തറിയാം, ഇത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി അതാണ് പൗലോസ് പറയുന്നത്, ഇവിടുത്തെ കൂടാരം അഴിച്ചു കെട്ടുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഇത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി അടിക്കാൻ വേണ്ടി. മൂന്നാമത്തെ ഒരർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതുവരെ ഒരു നുകത്തിൻ്റെ കീഴിലായിരുന്നു. കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ഇപ്പോൾ പറയുകയാണ്, നീ പഠിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഈ നുകം അങ്ങ് മാറ്റാൻ പോവുകയാണ്. യു ആർ ഫ്രീ, നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രവൃത്തികളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അർത്ഥം മനസ്സിലായോ? കർത്താവ് ഇങ്ങേപ്പുറത്തും ഞാൻ ഇങ്ങേപ്പുറത്തും ഈ നുകം എൻ്റെ കഴുത്തിൽ വെച്ച് തന്നിരിക്കുകയായിരുന്നു. ഞാൻ ചെയ്തതെല്ലാം സുവിശേഷം നിമിത്തമായിരുന്നു. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ലായിരുന്നു. പക്ഷേ എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും, അഥവാ ഞാൻ പറഞ്ഞ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, എനിക്ക് ജോലിയൊന്നുമില്ല. അതുകൊണ്ട് ഈ നുകം അഴിച്ചു മാറ്റിയിട്ട് പറഞ്ഞു, നിൻ്റെ പണി തീർന്നു, നീ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് സാറ്റിസ്ഫൈഡാണ്, മാസ്റ്റർ സാറ്റിസ്ഫൈഡാണ്. അതാണ് മൂന്നാമത്തെ അർത്ഥം. നാലാമത്തെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു കുറ്റം ചെയ്തതുകൊണ്ടെന്ന്. ഞാൻ കുറ്റക്കാരൻ, തടവുകാരൻ എന്നതുപോലെ ഈ ചങ്ങല ധരിക്കുന്നു എന്ന് അദ്ദേഹം പലപ്പോഴും എഴുതാറില്ലേ. കുറ്റമൊന്നും ചെയ്തിട്ടല്ല, പക്ഷെ ഒരു കുറ്റക്കാരനെ പോലെ ചങ്ങല ധരിച്ചുകൊണ്ട് നിൻ്റെ സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം പറയുകയാണ്, ജയിലിൽ കിടന്നത് മതി, നിന്നെ അഴിച്ചു വിട്ടേക്കാം. ഈ 4 അർത്ഥങ്ങളാണ്. രണ്ട് സെറ്റ് അർത്ഥങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. ആദ്യത്തെ 2 അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഡിപ്പാർട്ടിങ് ഫ്രം വൺ പ്ലേസ് ടു റീച്ച്, ഒരു സ്ഥലത്ത് തീർന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. മറ്റേ 2 എണ്ണത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു വല്ലാത്ത നമ്മളുടെ ഈ ദൗത്യ നിർവഹണത്തിന് വേണ്ടി നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് ഒരു കർത്താവിൻ്റെ നിയന്ത്രണത്തിലും സൂപ്പർവിഷനിലും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പ്രൊബേഷനായിരുന്നു. ആ പ്രൊബേഷൻ സാറ്റിസ്ഫാക്ടറി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് ഇനി നിനക്ക് മാനേജറുടെ അങ്ങേപ്പുറത്ത് കസേരയിട്ട് ഇരിക്കാവുന്നു. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? നിന്നെ ശരിക്കും അങ്ങ് അപ്പോയിൻറ്റ് ചെയ്തു. അതുകൊണ്ട് ഇനിയിപ്പോൾ മറ്റേ പ്രൊബേഷൻ പീരീഡിൽ ഭയങ്കര നമ്മൾ വിഷമിച്ച് പേടിച്ചായിരുന്നത്, എപ്പോഴും നമ്മളിങ്ങനെ അണ്ടർ ഒബ്സർവേഷനാണ്. ഇപ്പോൾ അങ്ങനെയല്ല, നമുക്ക് കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ഉയർത്തും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് നമ്മൾ ആരുടെ മരണത്തെക്കുറിച്ച് വായിക്കുന്നത്? പൗലോസിൻ്റെ. ഇത് പറഞ്ഞ് നിങ്ങളെ വിടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ എനിക്കിഷ്ടമുള്ള പൗലോസിനെ കുറിച്ച് ഞാനങ്ങ് പറഞ്ഞുപോയി. പക്ഷെ നമ്മൾ പഠിക്കുകയും മരണം പരിശോധിക്കാൻ പോവുകയും ചെയ്തത് ആരുടെ ആയിരുന്നു വാസ്തവത്തിൽ? അപ്പം പഴയ നിയമത്തിലെ മറ്റേ ശൗലിൻ്റെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയത് ഒരു ഫ്ലാഷ് ബാക്ക് അടിച്ച് അങ്ങോട്ട് പോയാൽ, പുള്ളിയുടെ മരണം എങ്ങനെയായിരുന്നു? ഈ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 1 ശമൂവേലിലെ ശൗല് മരിച്ചത് എങ്ങനെയായിരുന്നെന്ന് പോലും അറിയാൻ പാടില്ലേ? ആത്മഹത്യ ചെയ്യുന്നവരൊക്കെ സാധാരണ ഒരു കാര്യം ചെയ്യാറുണ്ട്, ബോധമുണ്ടെങ്കിൽ എന്തു ചെയ്യും? ഒരു ആത്മഹത്യ കുറിപ്പ് എഴുതി വെക്കും. ആത്മഹത്യ ചെയ്യുന്നവരെന്ത് ചെയ്യും? ഒരാത്മഹത്യ, നിങ്ങൾ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അറിയാൻ പാടില്ലാത്തത്, ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും ചെയ്യുന്ന ആളുകളൊക്കെ ഒരു കുറിപ്പ് എഴുതി വെച്ചേക്കും, എൻ്റെ മരണത്തിന് മറ്റാരും ഉത്തരവാദികളല്ല, അല്ലെങ്കിൽ ഉത്തരവാദികളുണ്ടെങ്കിൽ അവരുടെ പേരുകളൊക്കെ അവനെയൊക്കെ ഒന്ന് പിടിപ്പിക്കണമെന്നുള്ളത് കൊണ്ട് എന്താണെങ്കിലും ഒരു അപ്പോൾ നമ്മുടെ ഈ ശൗല് ആത്മഹത്യ ചെയ്തപ്പം കുറിപ്പ് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ട്, ഒരു ആത്മഹത്യാ കുറിപ്പുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. 26-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. ഇംഗ്ലീഷാണ് എനിക്കിഷ്ടം, മലയാളം ആണെങ്കിലും കുഴപ്പമില്ല, രണ്ടും വായിച്ചോളൂ. അതിന് ശൗൽ ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എൻ്റെ മകനെ ദാവീദേ മടങ്ങി വരിക, എൻ്റെ ജീവൻ ഇന്ന് നിനക്ക് വിലയേറിയതായി തോന്നിയത് കൊണ്ട് ഞാൻ ഇനി നിനക്ക് ദോഷം ചെയ്യുകയില്ല, ഞാൻ ഭോഷത്വം പ്രവർത്തിച്ച് അത്യന്തം തെറ്റിപ്പോയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. അവസാന ഭാഗം, ഞാൻ ഭോഷത്വം പ്രവർത്തിച്ച് അത്യന്തം തെറ്റിപ്പോയിരിക്കുന്നു. ഹിസ് ഓൺ ഇവാലുവേഷൻ അബൌട്ട് ഹിസ് ലൈഫ് അല്ലേ, അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിലയിരുത്തലാണ്. ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതാണോ? ദൈവാത്മാവ് പറഞ്ഞതാണോ? അല്ല, ശൗലിനെ കണ്ടെത്തിയിട്ട് ശൗല് തന്നെ ഇവാലുവേറ്റ് എഴുതി വെച്ചിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ എന്താ എഴുതി വെച്ചേക്കുന്നത്?
because my life was precious in your sight this day. എനിക്ക് ഇനിയത്തെ വേണ്ടത്. Behold, I have played the fool. So I was a fool. Behold, I have played the fool. ഞാൻ I have made a serious error. സർക്കസിലുള്ള ആണ് നമ്മൾ സാധാരണ ആരെ കാണാറ്? ആരും സർക്കസ് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. സർക്കസിലാണ് നമ്മൾ ആരെ കാണാറ്? ജോക്കർ അല്ലെങ്കിൽ ബഫൂൺ. അപ്പോൾ അതാണ് ഫൂള്. അയാൾ അവിടെ അയാൾ ശരിക്കും ഒരു ഫൂളാണോ അതോ ശരിക്കും ഒരു ഫൂളാണോ? പിന്നെന്താ? ഫൂള് കളിക്കുക, അഭിനയിക്കുക. എന്തിന്? വയറ്റിപ്പഴപ്പിന്. നമ്മളെ ലാഫ് ചെയ്യിച്ചാലും ലാഫ് ചെയ്തില്ലെങ്കിലും പുള്ളിക്ക് ശമ്പളം കിട്ടണമെന്നുള്ളതാണ് അല്ലേ? ഒരിക്കൽ ഒരു ഡോക്ടറുടെ അടുക്കൽ ഒരു പേഷ്യൻ്റ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് തീരെ സന്തോഷമില്ല, വല്ലാത്ത ബുദ്ധിമുട്ടാണ്, നിരാശയാണ്, എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതിനൊന്നും എന്നെ ഒന്നും കാണേണ്ട കാര്യമില്ല. ഇവിടെ ടൗണിലൊരു സർക്കസ് നടക്കുന്നുണ്ട്, ഒരു 3 മണിക്കൂർ അവിടെ പോയിരുന്ന് അതൊന്ന് കണ്ടാൽ അവിടുത്തെ ബഫൂണിൻ്റെ തമാശകളും കളികളും എല്ലാം കാണുമ്പോഴത്തേക്ക് നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി നീ ഹാപ്പി ആകും. അപ്പോൾ ആ പേഷ്യൻ്റ് പറഞ്ഞു, ഐ ആം ദാറ്റ് ബഫൂൺ. ഡോക്ടർ, ഐ ആം ദാറ്റ് ബഫൂൺ. അപ്പോൾ ഡോക്ടർ ഞെട്ടിപ്പോയി. ഞാനാണ് ഈ ആളുകളെ എല്ലാം ചിരിപ്പിക്കുന്നത്, പക്ഷേ എനിക്കിന്ന് വരെ ചിരിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ബിക്കോസ് ഐ ആം പ്ലേയിങ് എ ഫൂൾ. ഞാൻ ഫൂൾ കളിക്കുകയാണ്, അല്ലാതെ ഞാൻ ഒരു ഫൂളൊന്നുമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? ഐ ഹാവ് പ്ലേഡ് ദ ഫൂൾ. ഞാൻ ഇത്രയും കാലം എന്ത് ചെയ്യുകയായിരുന്നു? ഐ വാസ് പ്ലേയിങ് എ ഫൂൾ അല്ലേ? ഞാനൊരു ഫൂള് കളിക്കുകയായിരുന്നു, ഒരു ബഫൂൺ കളിക്കുകയായിരുന്നു. അപ്പം ഐ നെവർ ടുക്ക് മൈ ലൈഫ് സീരിയസ്ലി എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലേ? ഞാൻ അത്യന്തം, മലയാളത്തിൽ തന്നെ ആയിക്കോട്ടെ, ഞാൻ അത്യന്തം ഭോഷത്വം പ്രവർത്തിച്ചു. അതിനാണോ നിന്നെ രാജസ്ഥാനത്ത് വെച്ചത്? ആര് പറഞ്ഞ കാര്യമായി പറയുന്നത്? അദ്ദേഹം തന്നെ പറയുകയാണ്. രാജാവ് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ നയിക്കുവാൻ വിധിക്കപ്പെട്ട ഒരു രാജാവ് പറയുകയാണ്, ഒന്നാമത്തെ രാജാവ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ അത്യന്തം ഭോഷത്വമായ കാര്യങ്ങൾ പ്രവർത്തിച്ചു അല്ലേ? ഒന്നുകൂടെ വായിച്ച വാക്യ ലാസ്റ്റ് പാർട്ട് മാത്രം. ഞാൻ ഭോഷത്വം പ്രവർത്തിച്ച് അത്യന്തം തെറ്റിപ്പോയിരിക്കുന്നു. ഞാൻ ഭോഷത്വം പ്രവർത്തിച്ച് അത്യന്തം തെറ്റിപ്പോയിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? ഐ ഹാവ് ഗ്രേറ്റ്ലി ഏർഡ് ആൻഡ് ഐ ഹാവ് പ്ലേഡ് ദ ഫൂൾ. എനിക്ക് വലിയ തെറ്റ് പറ്റിപ്പോയി. ഇനി വേണമെങ്കിലും എന്തിനു സമയമുണ്ടായിരുന്നു? ഐ ഹാസ് റിപ്പൻറ്റൻസ്, തെറ്റ് തിരുത്താനുള്ള സമയം. പക്ഷെ അതിന് തയ്യാറാകുന്നില്ല. അതിന് പകരം 31-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, അതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു? ശൗൽ തൻ്റെ ആയുധവാഹകനോട്, ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളയുകയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന്. അപ്പോഴും ഭയങ്കര അഭിമാനിയാണ് കേട്ടോ. മരിക്കാൻ നേരത്തും നിങ്ങളാരും കാണുന്നില്ലെന്ന് തോന്നുന്നു. മരിക്കാൻ നേരത്തും ഭയങ്കര അഭിമാനിയാണ്. മരിക്കുകയാണെങ്കിൽ മാന്യമായിട്ട് മരിക്കണമെന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഭയങ്കര അഭിമാനിയാണ്. അദ്ദേഹം പറയുകയാണ്, ഈ അഗ്രചർമ്മി വന്ന് എന്നെ കുത്തിക്കളയുകയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന്. അപ്പം അഗ്രചർമ്മം എവിടെ ഇരിക്കുന്നതാണ് ദൈവം പറഞ്ഞേക്കുന്നത്? നിന്റെ ഹൃദയത്തിലാണ്. ആ പുള്ളിക്കാരൻ പറയാണ്, ശരീരത്തിൽ അഗ്രചർമ്മം ഉള്ളവൻ എന്നെ കൊല്ലണ്ടെന്ന്. എന്തൊരു ഗതികേടാണ് നോക്കണേ. യെസ്, ഈ അഗ്രചർമ്മി എന്നെ കുത്തിക്കളയുകയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. ആ ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടതുകൊണ്ട് അവന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ശൗൽ മരിച്ചു എന്ന് മതിയല്ലോ. അവനൊരു വാൾ പിടിച്ച് അതിന്മേൽ വീണു, അവൻ മരിച്ചു. സോ ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. മനസ്സിലായല്ലോ? ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചു, ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അവനെ കൊല്ലാൻ പോലും ആളുണ്ടായില്ല എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം അവന് തനിക്ക് തന്നെ മരിക്കേണ്ടതായിട്ടുള്ള ഒരു ഗതികേടിലേക്ക്. അപ്പോൾ ഈ ജീവിതം വേണ്ട, ഈ ജീവിതം മടുത്തു, ഈ ജീവിതം ഞാൻ ശരിയായിട്ടല്ല നയിച്ചത് എന്ന കടുത്ത നിരാശയിലാണ് ആര് മരിക്കുന്നത്? ശൗൽ മരിക്കുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ശൗലിൻ്റെ ലൈഫിനെ ഇവാലുവേറ്റ് ചെയ്യാനില്ലല്ലോ. ശൗൽ ഇന്ന കുഴപ്പമാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഈ വാക്യം വായിച്ചിരുന്നെങ്കിൽ പിന്നെ ദിനവൃത്താന്തത്തിൽ പോകണ്ടായിരുന്നല്ലേ? ദിനവൃത്താന്തം 10-13 എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ സമയം നിങ്ങളെ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. അസ്ഥാനത്താണെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും ഈ വാക്യം വായിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ അദ്ദേഹം എന്താ ചെയ്തതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഐ ഹാവ് പ്ലേഡ് ദ ഫൂൾ. ഞാൻ അത്യന്തം ഭോഷത്വമായത് ചെയ്തു. അതിനാണോ നിന്നെ ഈ സ്ഥാനത്താക്കിയതെന്ന് ചോദിച്ചാൽ അല്ലെന്നവൻ അറിയാം. പക്ഷേ അവൻ
അവൻ്റെ സ്വാർത്ഥത തലയ്ക്ക് പിടിച്ചിട്ട് എന്നെ മാനിക്കണം, ഇല്ലേ? നേരത്തെയും പറഞ്ഞു ജനത്തിൻ്റെ മുമ്പാകെ എന്നെ മാനിക്കണം. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും അഗ്രചർമ്മി എന്നെ കൊല്ലണ്ട എന്നൊക്കെ പറയുന്നത്, അല്ലേ? അഗ്രചർമ്മി എന്നെ കൊന്നാൽ എന്നാ സംഭവിക്കാൻ പോണത്? ഈ അഗ്രചർമ്മി ഒന്ന് എന്നെ കൊല്ലാതിരിക്കേണ്ടതിന് നീ എന്നെ കൊല്ലാൻ ഒരു യഹൂദനോട് പറയുക ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഭക്തിയുടെ പരിവേഷം ഉണ്ടാക്കി. ഒരു യാഗം കഴിക്കണം, യാഗം കഴിക്കണമെങ്കിൽ അതിന് ദൈവം പറഞ്ഞ രീതികളുണ്ട്. അല്ലാതെ തനിക്ക് തോന്നുന്ന പോലെ യാഗം കഴിച്ചേച്ച് പറയുകയാണ് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ യാഗം കഴിച്ചു എന്ന്, അല്ലേ? തടിപ്പിച്ച മൃഗങ്ങളെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞു. ഈ കേൾക്കുന്ന മുക്കുറ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് ഞാൻ ദൈവത്തിന് യാഗം കഴിക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഭക്തിയുടെ ഒരു പരിവേഷം ഉണ്ടാക്കിയിട്ട് തികച്ചും അഭക്തനായിട്ടും സ്വാർത്ഥനായിട്ടും അസൂയുള്ളവനായിട്ടും ഒരു ക്രൂരനായിട്ടും ജീവിച്ച മനുഷ്യൻ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. ഇസ്ന്റ് ഇറ്റ്? ആൻഡ് ഹി ഹിംസെൽഫ് ഇവാലുവേറ്റഡ് ഇറ്റ്. അവൻ തന്നെ അതിനെ വിലയിരുത്തിയിട്ട് പറയുകയാണ് ഞാൻ ചെയ്തതെല്ലാം ഭോഷത്വമാണ്, ഞാൻ പാപം ചെയ്തു, ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു. ഈ ഒരു ബോധം അവൻ്റെ ഉള്ളിൽ പിന്നെയും ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് നമ്മുടെ യൂദാ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്തത്. ഈ പണം എറിഞ്ഞു കളഞ്ഞേച്ച് കെട്ടിഞ്ഞാണ് ചത്ത് കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ മാനസാന്തരപ്പെടാൻ രണ്ടുപേർക്കും അവസരം ഉണ്ടായിരുന്നു. എന്നാൽ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുക, ഏതെങ്കിലും ഒരു ആത്മാവ് ദൈവത്തെ വിട്ടു പോകുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആത്മാവിന് തന്നെയാണ്. അതവൻ സമ്മതിക്കുന്നുണ്ട്. ഞാൻ ഭോഷത്വം ചെയ്തു, ഞാൻ തെറ്റിപ്പോയി, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന ചിന്ത വന്നപ്പോൾ അവൻ ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളിത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുന്നതോ ആരെങ്കിലും പ്രസംഗിച്ച് കേൾപ്പിക്കുന്നതോ നന്നായിരിക്കും. വിഷയം ഞാൻ തന്നേക്കുന്നു. യു ക്യാൻ പ്രീച്ച് ടു യൂത്ത്. അനേകം ചെറുപ്പക്കാരോട് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ സാധിക്കും. ലുക്ക് അറ്റ് ടു സോൾസ് ഇൻ ബൈബിളിലുള്ള രണ്ട് ശൗലുമാരെ നിങ്ങൾ കാണുക. എങ്ങനെയാണ് ഇവർ ജീവിച്ചത്, എങ്ങനെയാണ് അവരുടെ ജീവിത അന്ത്യം സംഭവിച്ചത്. ജീവിത അന്ത്യം നോക്കിയാൽ ഒരാൾ വളരെ കോൺഫിഡൻസോടുകൂടി ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി എൻ്റെ കർത്താവ് വെച്ചിരിക്കുന്നുള്ള വലിയ പ്രാഗൽഭ്യത്തോടെ ഈ സമ്മാനം മേടിക്കാൻ വേണ്ടി പ്ലെയിൻ കയറി പോകുന്നതാണ് കാണുന്നത്, അല്ലേ? ഡിപ്പാർട്ടഡ് എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ പോയത്? ഈ സമ്മാനം, ഈ നീതിയുടെ കിരീടം, തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ അവൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സന്തോഷത്തോടെ പോകുന്നത് നമ്മൾ കാണുന്നത്. എന്നാൽ ഇതാ ഇങ്ങേപ്പുറത്ത് നമ്മൾ വേറൊരു ശൗലിനെ കാണുന്നു. ഞാൻ അത്യന്തം പോഷത്വമായിട്ടുള്ളത് പ്രവർത്തിച്ചു, ഞാൻ തെറ്റിപ്പോയി, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. ഐ ഹാവ് പ്ലേഡ് ദ ഫൂൾ, ഐ ഹാവ് ഗ്രേറ്റ്ലി ഹേർഡ്, ദർ ഇസ് നോ പോയിന്റ് ഇൻ ലിവിങ് ഹിയർ, സോ ലെറ്റ് മീ ഡൈ എന്ന് പറഞ്ഞ് നിരാശയോടുകൂടെ അവൻ മരിച്ച് അവൻ്റെ പ്രാണനെ പാതാളത്തിലേക്ക് തള്ളിക്കളയുന്നതായിട്ടാണ് നാം കാണുന്നത്. അതുകൊണ്ട് ശൗലിൻ്റെ ജീവിതം വളരെ ഒരു ദുഃഖ പര്യവസായി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തരത്തിലും നമുക്കൊരു പ്രചോദനം തരാത്ത തരത്തിലുള്ള, ദൈവം നല്ല ധാരാളം അവസരങ്ങൾ അവന് നൽകിയെങ്കിലും അതൊന്നും വിനിയോഗിക്കാതെ അതിനെ നശിപ്പിച്ച് കളഞ്ഞ ഒരാളായിട്ടാണ് ആരിയിരിക്കുന്നത്? ശൗലിരിക്കുന്നത്. സോ ടേക്ക് ടൈം ടു സ്റ്റഡി സോൾ അഗെയിൻ. ശൗലിനെ കുറിച്ച് വീണ്ടും പഠിക്കുക, പഠിച്ചിട്ട് ശൗലിൻ്റെ ജീവിതത്തിലുള്ള ഒന്നും അനുവർത്തിക്കാതിരിക്കുക. ആ തെറ്റുകളൊന്നും നമ്മൾ ഏറ്റെടുക്കരുത്. അതിലെ പറ്റിയ അബദ്ധങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ അബദ്ധങ്ങൾ നമ്മൾ ആവർത്തിക്കാതിരിക്കാനായിട്ട് ദൈവസന്നിധിയിൽ ശ്രദ്ധിക്കുകയും ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മുടെ നടപ്പിനെ ക്രമപ്പെടുത്തുവാൻ, അല്ലേ? തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിച്ചു കൊടുക്കും. നമ്മുടെ നടപ്പിനെ ക്രമപ്പെടുത്തുവാൻ എങ്ങനെയൊക്കെ വീഴ്ച വരാം എന്നുള്ളത് മനസ്സിലാക്കാൻ ശൗല് നല്ലൊരു ഉദാഹരണമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ദാവീദിനെക്കുറിച്ച് പഠിക്കണ്ടേ? 16-ാം അധ്യായം മുതൽ 31-ാം അധ്യായം വരെ നമ്മൾ എടുക്കുമ്പോൾ ആരെയാണ് കാണുന്നത്? ദാവീദിനെയാണ് കാണുന്നത്. ഇനി 2 ശമൂവേൽ മുഴുവനും ആരെയാണ് കാണുന്നത്? ദാവീദ്. അപ്പോൾ നമുക്ക് ഈ പുസ്തകത്തിൽ, ഈ 1 ശമൂവേലിൻ്റെ പുസ്തകത്തിലുള്ള ദാവീദിൻ്റെ ചിത്രം എന്താണെന്ന് അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നൊന്ന് പറഞ്ഞു വയ്ക്കാം. എന്നിട്ട് ഞാൻ ഒരു എക്സസൈസും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞാൻ ഒത്തിരി എക്സസൈസും ഹോംവർക്കും ഒക്കെ തരുന്നുണ്ട്. ആരെങ്കിലും അഭ്യാസം ചെയ്യുന്നുണ്ടോ, ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ബുക്ക് സബ്മിറ്റ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും ശ്രമിക്കാത്തത് കൊണ്ട് ഞാൻ അറിയുന്നില്ല. നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കോണം കേട്ടോ. അപ്പോൾ ഇന്നൊരു അങ്ങനെ ഒരു വർക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 16-ാം അധ്യായത്തിൻ്റെ തുടക്കം മുതൽ 31-ാം അധ്യായം വരെ എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് പറയാം. അത് ഒന്ന് നോട്ട് ചെയ്യുക, അതാദ്യം ഒന്ന് വായിക്കണം. 16-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത് ഡേവിഡ് ചോസർ. ദൈവം എങ്ങനെയാണ് ഈ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ശൗലിനെ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു, അവൻ്റെ രാജ്യത്വം അവനിൽ നിന്ന് നീക്കിക്കളയും, എനിക്ക് ബോധിച്ച ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചിട്ട് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതാ 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല, യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായകൊണ്ട്
തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. ആ അന്വേഷിച്ച പുരുഷനെ ശമൂവേലിന് കാണിച്ചു കൊടുക്കുന്നതാണ് 16-ാം അധ്യായം. നിങ്ങളത് വായിക്കുകയാണെങ്കിൽ ആ അധ്യായത്തിൽ കാണാം. കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് മുഴുവൻ വിവരിക്കുന്നില്ല. വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാത്തതൊന്നും അതിനകത്ത് ഇല്ല. ഞാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കേൾപ്പോണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല കാര്യമായിട്ട്. പിന്നെ സൺഡേ സ്കൂൾ ക്ലാസ്സിലൊക്കെ എന്ത് പഠിച്ചിട്ടുണ്ട്? ദാവീദിനെക്കുറിച്ചും ഗോലിയാത്തിനെക്കുറിച്ചും ഒക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ വായിച്ചോളൂ എന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. ഏതാണെങ്കിലും 16-ാം അധ്യായത്തിലാണ് ചോസൺ, ഇലക്റ്റഡ്. അതിനകത്ത് ഒരു കാര്യം മാത്രം ഓർക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത് പോലെ അല്ല ദൈവം. എന്താ വ്യത്യാസം? മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവം ഹൃദയത്തെയും. അത് ആ അധ്യായത്തിലാണുള്ളത് എന്ന് മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ 16-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യം ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് അവൻ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുയിൽ വെച്ച് അവൻ അഭിഷേകം ചെയ്തു. സോ ഹി വാസ് അനോയിന്റഡ്, നോട്ട് ഓൺലി ചോസൺ ബട്ട് ഓൾസോ അനോയിന്റഡ്. അവനെ തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, അവനെ എന്ത് ചെയ്തു? ഇതുപോലെ നേരത്തെ ശൗലിനെയും ചെയ്തതായിരുന്നു. ശൗലിനെയും ചെയ്തതുപോലെ തന്നെ ദൈവം തിരഞ്ഞെടുത്തു, അവനെ അഭിഷേകം ചെയ്തു. അതാണ് ആ അധ്യായത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, 17-ാം അധ്യായത്തിൽ കാണുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ഇൻസിഡൻ്റ് ആണ് അവിടെ കാണുന്നത്. അത് നിങ്ങൾ എത്രയോ പ്രസംഗങ്ങൾ കേട്ടിരിക്കുന്നു. ഇനി ഞാനിവിടെ പ്രസംഗിച്ചാൽ നിങ്ങൾ ക്ഷമിക്കുകയല്ലെന്നുള്ളത് കൊണ്ട് ഞാനത് പ്രസംഗിക്കുന്നില്ല. എനിക്ക് പ്രസംഗിക്കാനൊക്കെ ഉണ്ട്, പക്ഷെ അതിപ്പോൾ നമ്മളതിന് അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ 17-ാം അധ്യായത്തിലാണ് ദാവീദും ഗോലിയാത്തും. 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദാവീദും ജോനാഥാനും തമ്മിലുള്ള സ്നേഹം. അവർ തമ്മിൽ വളരെ വലിയ സ്നേഹത്തിലായി. അവർ എങ്ങനെയാണ് ആ സ്നേഹബന്ധം ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് പോയതെന്നുള്ള കാര്യമാണ് നമ്മൾ എത്ര അധ്യായത്തിൽ കാണുന്നത്? 18-ാം അധ്യായത്തിൽ കാണുന്നത്. 19 മുതൽ 30 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നത് ദാവീദ് എങ്ങനെയാണ് ഡിസിപ്ലിൻഡ് ആയെന്നുള്ളതാണ്. ദാവീദിനെ ഒരു ശിക്ഷണത്തിന് ദൈവം വിധേയപ്പെടുത്തിയിട്ട് എങ്ങനെ ശിക്ഷണം തുടങ്ങിയതെന്നറിയാവോ? ദാവീദിന് ആദ്യം ശൗലിൻ്റെ കൊട്ടാരത്തിൽ തന്നെ ജോലി കിട്ടുന്നു, മകളെ കല്യാണം കഴിക്കാൻ ചാൻസ് കിട്ടുന്നു. അപ്പോഴൊക്കെ ദൈവം എന്നെ ഉയർത്തി എന്നൊക്കെ തോന്നിക്കാണും അല്ലേ? എന്നിട്ട് പാട്ടൊക്കെ പാടി 1000-ത്തെ കൊന്നു, 10,000-ത്തെ കൊന്നു. ഇതൊക്കെ കേട്ടപ്പോൾ വലിയ സംഭവമാണെന്നൊക്കെ തോന്നിക്കാണും. പ്രോസ്പെരിറ്റിയൊക്കെ ഇങ്ങോട്ട് വന്നു, അഭിവൃദ്ധിയായി, അനുഗ്രഹമായി. പക്ഷേ പിന്നീട് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വല്ലാത്ത ജീവിതചര്യയിൽ കൂടിയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അവൻ്റെ പുറകെ ഈ ശൗല് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പറയുകയാണ്. ഈ സ്ഥാനങ്ങളൊക്കെ കൊടുത്തത് എന്തിനാണെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടോ? എന്തിനാണ് ക്യാപ്റ്റൻ ആക്കിയത്? എന്തിനാണ് ജനറലൊക്കെ ആക്കിയത്? എന്തിനാണ്? ഞാനെന്തിനാ അവനെ കൊല്ലുന്നത്? ആരെങ്കിലും അവനെ കൊന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ഉദ്ദേശത്തോടു കൂടിയൊന്നുമല്ല. മരുമോനാക്കിയത് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് പുസ്തകം വായിക്കുകയാണെങ്കിൽ നോ ഗുഡ് ഇൻറ്റൻഷൻ. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ശൗലിൻ്റെ ഹൃദയത്തിൽ ഒരു നല്ല ഉദ്ദേശങ്ങളും ഇല്ല. ആർക്ക് എന്ത് സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം പിന്നിൽ എന്തുണ്ടായിരുന്നു? തെറ്റായ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ദാവീദിനെ ഒരു വലിയ ശില്പമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോവുകയാണ്. പറഞ്ഞത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ അല്ലേ? നമ്മളൊരു നല്ല ശില്പം കാണുമ്പോൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. എന്താ മറന്നു പോകുന്നത്? ഈ കല്ലിനെ കൊത്തി ഇങ്ങനെ രൂപപ്പെടുത്തിയ ഒരുപാട് ഉളികളുണ്ട് അല്ലേ? ഒരുപാട് ഗ്രൈൻഡേഴ്സ് ഉണ്ടായിരുന്നു. ആ ഗ്രൈൻഡറുകളെല്ലാം ഇതിലിട്ട് ഉരയ്ക്കുകയും കുത്തുകയും ഇതിനെ പൊട്ടിക്കുകയൊക്കെ ചെയ്തത് കൊണ്ടാണ് മൈക്കിൾ ഏഞ്ചലോയുടെ അടുക്കൽ പണ്ടൊരു വലിയ മാർബിൾ കല്ല് കൊണ്ട് കാണിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചു. എന്താ തങ്ങൾ ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിനകത്തൊരു ഒരു മാലാഹയെ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ട് വെച്ചേക്കാൻ പറഞ്ഞു. വർക്ക്ഷോപ്പിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഓരോ ദിവസം വന്ന് ഓരോ ഉളിയും ചുറ്റിയും എടുത്ത് ഓരോ കൊട്ടും തട്ടും ഒക്കെ കൊടുക്കും. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു മാലാഖ അതിൽ നിന്ന് പുറത്തു വന്നു. എന്തുമാത്രം ഇടിയോ കൊണ്ട് കാണും ഈ കല്ല്. ആളുകളതെല്ലാം മറന്നിട്ട് പറഞ്ഞു, ഹൗ വണ്ടർഫുൾ, ഹൗ ബ്യൂട്ടിഫുൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ദാവീദ് എന്ന ശില്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ദാവീദിനെ രൂപപ്പെടുത്തിയ ഉളിയാണ് ആര്? ശൗലും ശൗലിൻ്റെ പദ്ധതികളുമാണ് ആരെ രൂപപ്പെടുത്തിയത്? ദാവീദിനെ. ആർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഉളി ആർക്കും ഇഷ്ടമില്ലെന്ന് എനിക്ക് മനസ്സിലായി.
അപ്പോൾ നമ്മളെ രൂപപ്പെടുത്താൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള വൈതരണികളിൽ കൂടിയൊക്കെ ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നത്, കടത്തി. അതുകൊണ്ട് ദയവായിട്ട് കഷ്ടത വേണ്ടെന്നൊന്നും പറയരുത് കേട്ടോ. ഉളി വേണ്ട, ചുറ്റിക വേണ്ടെന്നൊന്നും ആരും പറയരുത്, ഗ്രൈൻഡർ വേണ്ടെന്നൊന്നും. അതൊക്കെ വെച്ച് ഇങ്ങനെ മിനുക്കി എടുത്തെങ്കിൽ മാത്രമേ, അല്ലേ, മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണ് ദാവീദ് എന്ന സുന്ദര ശില്പം പുറത്തു പോകും. അപ്പോൾ ഈ 19 അധ്യായം മുതൽ 30 അധ്യായം വരെ ഈ കാര്യമാണ് വിവരിച്ചിരിക്കുന്നത് എന്ന് ഓർത്താൽ മതി. എന്നിട്ട് 2 ശമൂവേലിലേക്ക് വരുമ്പോഴാണ് ഈ ശില്പം ഒരുമാതിരിയൊക്കെ ഒന്ന് രൂപപ്പെട്ടുകൊണ്ട് എടുത്ത് സിംഹാസനത്തിൽ വെച്ചത്. എല്ലാം മനസ്സിലായോ? രാജസ്ഥാനത്ത് വരുന്നതിന് മുമ്പായിട്ട് എന്തുണ്ടായിരുന്നു? ഒരു ഗ്രേറ്റ് ലേണിംഗ്. ഈ മോശയെ കടത്തി വിട്ടതുപോലെ ദാവീദിനെ ഒന്ന് കടത്തി വിട്ടിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചത്. അത് മുഴുവൻ പഠിപ്പിക്കാൻ എനിക്ക് സമയമില്ലെന്നായി പറഞ്ഞത്. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ബൈബിൾ സർവേ ആയതുകൊണ്ട് എന്തില്ല, ഒരു അതിനെടുത്താൽ പിന്നെ നമ്മുടെ ബൈബിൾ സർവേ ഒരു കൊല്ലം അതിനങ്ങ് പോകും. അതുകൊണ്ട് ഞാനതിന് തുനിയുന്നില്ല. ഒരു ഹോംവർക്കായി ഇപ്പോൾ പറഞ്ഞത്. അപ്പം വേറൊരു തരത്തിൽ ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇഫ് യു ആർ സീരിയസ് അബൌട്ട് സ്റ്റഡിയിങ് ഡേവിഡ്, ദാവീദ് എന്ന് പറയുന്ന കഥാപാത്രത്തെ നിങ്ങൾ ഗൗരവമായി പഠിക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വേദപുസ്തകത്തിൻ്റെ അവസാനം വരെയും ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഒരു കഥാപാത്രമാണ്, ഒരു ചരിത്ര പുരുഷനാണ്. ആര്? ദാവീദ്. യേശു പോലും അറിയപ്പെടുന്നത് ദാവീദ് പുത്രൻ, അല്ലേ? എല്ലാവരും വിളിച്ചെങ്ങനെ? ദാവീദ് പുത്ര. ഏത് സിംഹാസനത്തിലാണ് യേശു ഇരിക്കുന്നത്? ദാവീദിൻ്റെ സിംഹാസനം. മത്തായി സുവിശേഷം അല്ലെങ്കിൽ പുതിയ നിയമം 1-ാം അധ്യായം 1-ാം വാക്യം എന്താ പറയുന്നത്? അബ്രഹാമിൻ്റെ മകനായ ദാവീദിൻ്റെ മകനായ യേശു ക്രിസ്തു. സോ ഡേവിഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദാവീദ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ദാവീദിനെക്കുറിച്ച് എന്ത് ചെയ്യണം? പഠിക്കണം. എന്താ ദാവീദിനെക്കുറിച്ച് പഠിക്കേണ്ടത് എന്ന് ചിലരിങ്ങനെ വണ്ടറടിച്ചിരിപ്പുണ്ട്. അവർക്കൊരു ഹോംവർക്ക് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 5-6 കാര്യങ്ങൾ. 1, ദാവീദിൻ്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ ഈ 2 പുസ്തകങ്ങളെങ്കിലും വായിക്കുമ്പോൾ, ഇനിയും പുസ്തകങ്ങളുണ്ട്, ഈ 2 പുസ്തകങ്ങൾ കൂടാതെ രാജാക്കന്മാരുടെ പുസ്തകം, ദിനവൃത്താന്ത പുസ്തകം, പുതിയ നിയമത്തിൽ പോലും ദാവീദിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷനാണെന്ന് എവിടെ? പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ? പുതിയ നിയമത്തിലാണ്. അപ്പം ദാവീദ് പ്രവാചകനാണെന്ന് പുതിയ നിയമത്തിലുണ്ട്. ദാവീദ് പുരോഹിതനായിരുന്നു, ദാവീദ് പ്രവാചകനായിരുന്നു, ദാവീദ് രാജാവായിരുന്നു. ഇതാരുടെ ചിത്രമാണ്? യേശുവിൻ്റെ ചിത്രമാണ്. ഒരേ സമയം തന്നെ രാജാവ്, പുരോഹിതൻ, പ്രവാചകൻ. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലുള്ളതുകൊണ്ട് നിങ്ങൾ ഗൗരവമായിട്ട് ദാവീദിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് പഠിക്കണം. അതാണ് ഹോംവർക്ക്. ഇപ്പോൾ പറഞ്ഞൊന്നുമല്ല. 1, ദി യൂത്ത് ഓഫ് ഡേവിഡ്. ദാവീദ് ഒരു യുവാവായിരുന്നപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളത് പഠിക്കണം. ദ യൂത്ത്, ഹിസ് യങ്ങർ ഏജ്, തൻ്റെ ചെറുപ്പകാലത്തിൽ എങ്ങനെയാണ് താൻ സമയം ചെലവഴിച്ചത്. 2ാമത് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹിസ് സർവീസ് അണ്ടർ സോൾ. ശൗലിൻ്റെ കീഴിൽ അദ്ദേഹത്തിന് ലഭിച്ച സേവനം, അതുവഴി അദ്ദേഹം ആർജിച്ച പരിശീലനം. ശൗലിൻ്റെ കീഴിൽ ചെയ്ത സേവനവും അതുവഴി ആർജിച്ച അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ചെല്ലാം ആരുടെയെങ്കിലും കീഴിൽ ഒരു സേവനം ചെയ്ത് ഒരു പരിശീലനം ആർജിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അല്ല നേരെ അങ്ങ് കെട്ടി ഇറക്കി വിടുകയല്ല ചെയ്യുന്നത്. യു മസ്റ്റ് സേർവ് സമ്മൺ. യു മസ്റ്റ് സേർവ് ഗോഡ്, ബട്ട് ഓൾസോ യു മസ്റ്റ് സേർവ് സമ്മൺ. അതിൽ ചില ആളുകളൊക്കെ നിങ്ങൾ സെർവ് ചെയ്യാൻ ചെയ്യുന്നവർ ആരായിരിക്കും? നിങ്ങൾ സേവിക്കാൻ ചെല്ലുന്ന ചില ആളുകളൊക്കെ, പുതിയ നിയമം അറിയാമെങ്കിൽ ഇപ്പോൾ പറഞ്ഞേനെ, മൂർഖന്മാരായിരിക്കും. ശാന്തന്മാർക്ക് മാത്രമല്ല, മൂർഖന്മാർക്കൊക്കെ അതാണ് നമ്മുടെ ചില ആളുകളെ പരിശീലിപ്പിക്കാൻ ദൈവം വിടുന്നത് മൂർഖന്മാരായിരിക്കും. അത് കോബ്രയായിരിക്കും, മൂർഖനെയായിരിക്കും, പല സാധനങ്ങളെ വിട്ടെന്നിരിക്കും. ചിലപ്പോൾ ക്രോക്കഡൈലായിരിക്കും, അല്ലേ? അപ്പോൾ അതിൻ്റെ കീഴിലൊക്കെ ഒരു പരിശീലനം തേടണം. പിന്നെ 3ാമതായിട്ട് നിങ്ങൾ ദാവീദിനെക്കുറിച്ച് പഠിക്കേണ്ടത് ദി ഫ്യൂജിറ്റീവ് ഹീറോ എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. ഓടി അലഞ്ഞ് നടക്കുന്ന ഒരു ഹീറോ, ഒരു നേതാവ്. അലഞ്ഞിങ്ങനെ ഓടി നടക്കുകയാണ്, ഒരു സ്പേസ് ഇല്ലാതെ. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഗുഹകളിൽ ഓടി നടക്കുന്നു, ഗഹ്വരങ്ങളിൽ പോകുന്നു, മരുഭൂമിയിൽ വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് പോയിരിക്കുന്നു, അല്ലേ? അങ്ങനെ ഒരു ദാവീദിനെ കാണുന്നില്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉഴൽച്ചകൾ, അലച്ചിലുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അലഞ്ഞു തിരിഞ്ഞ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും വരാറുണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കാലം. എന്തിനാ എന്നെ ദൈവം ഇങ്ങനെ വിട്ടേക്കുന്നതെന്ന് പലപ്പോഴും ആരെങ്കിലും ഇവിടെ അലഞ്ഞു നടക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഓഡിയൻസിൽ തന്നെ ഉണ്ടെങ്കിൽ ചിന്തിക്കുക, എന്തിനാണ് ദൈവം ഇങ്ങനെ എന്നെ അലഞ്ഞ് തിരിയാനായിട്ട്? മോശ അലഞ്ഞു തിരിഞ്ഞ് നടന്നു എത്ര കൊല്ലം? 40 കൊല്ലം നടന്നു. അപ്പം അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനായിട്ട് ദൈവം ചിലപ്പോൾ അനുവദിക്കും. അതിനകത്തെല്ലാം ഒരു ലേണിംഗ് ഉണ്ട്, ഒരു മേക്കിംഗ് ഉണ്ട്.
എന്നുള്ള കാര്യം ഓർക്കുക. അത് കഴിഞ്ഞിട്ട് ദാവീദിനെ രാജാവാക്കി, അല്ലേ? എവിടെ രാജാവാക്കി? ഇസ്രായേൽ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനൊന്നും അല്ല. അവൻ 7 കൊല്ലത്തേക്ക് യഹൂദയ്ക്ക് മാത്രം രാജാവായി. നമുക്ക് പഠിക്കാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ യഹൂദയുടെ ഒരു ചെറിയ പ്രദേശത്തിൻ്റെ മാത്രം, ഒരു ഗോത്രത്തിൻ്റെ മാത്രം രാജാവായിട്ട് കുറച്ച് കൊല്ലം ഇരുത്തി. അത് കഴിഞ്ഞിട്ട് 7 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അവനെ എന്താക്കിയത്? ഓൾ ഇസ്രായേൽ, എല്ലാ ഇസ്രായേലിനും രാജാവാക്കിയത്. അപ്പം അവൻ്റെ യൗവനകാലത്തെക്കുറിച്ച് പഠിക്കണം, അവൻ ശൗലിൻ്റെ കീഴിൽ ചെയ്ത സേവനത്തെക്കുറിച്ച് പഠിക്കണം, അലഞ്ഞു തിരിഞ്ഞ് നടന്ന കാലത്തെക്കുറിച്ച് പഠിക്കണം, യഹൂദയുടെ രാജാവായത് എങ്ങനെയാണെന്ന് പഠിക്കണം, അതെങ്ങനെയാണ് കഴിച്ചതെന്ന് പഠിക്കണം, പിന്നെ എല്ലാ ഇസ്രായേലിനും രാജാവായത് പഠിക്കണം. എല്ലാ ഇസ്രായേലിനും രാജാവായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ എഫേർട്ട് എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം ഒരു ദേവാലയം. അപ്പോൾ സോ എഫേർട്സ് മെയ്ഡ് ബൈ ഡേവിഡ് ടു ബിൽഡ് എ ടെമ്പിൾ, ഒരു ആലയം പണിയാനായിട്ട് അദ്ദേഹം എടുത്ത പരിശ്രമങ്ങൾ, അതിനായിട്ട് എങ്ങനെയെല്ലാം സ്വരുക്കൂട്ടി എന്നുള്ള കാര്യം പഠിക്കണം. അത് പഠിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ദിനവൃത്താന്തത്തിൽ പോകേണ്ടതായിട്ട് വരും. എന്നാൽ ഇത് കൂടാതെ നമ്മൾ ഈ വരികൾക്കിടയിൽ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. സങ്കീർത്തനക്കാരനായ ദാവീദും സംഗീതവും, ദാവീദും കവിതയും, ദാവീദും സംഗീത ഉപകരണങ്ങളും, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? യെസ്, ദാവീദായിരുന്നു സംഗീതത്തിൻ്റെ ഒരു പ്രധാന ഉപജ്ഞാതാവ്. കൊയർ ഓർഗനൈസ് ചെയ്തതും അതിനകത്ത് പല പല ഗ്രേഡുകൾ ഉണ്ടാക്കിയതും, അതിൻ്റെ കീഴിൽ ആസാഫിനെയും കൈത്താളക്കാരെയും അദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്ത ഒരു സംഗീത ഉപകരണം പോലും ഉണ്ട്, ഹാർപ്പ്. അദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്ത സംഗീത ഉപകരണം പോലും ഉണ്ട്. അദ്ദേഹം ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ഭയങ്കര വിദഗ്ധനായിരുന്നു. ഞാൻ ദാവീദും സംഗീതവും ഒരു സ്ഥലത്ത് പഠിപ്പിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് പറഞ്ഞു. സമയം കിട്ടിയാൽ പഠിപ്പിക്കാം നിങ്ങളെയും. അപ്പോൾ അത് പഠിക്കണം. ദാവീദിന് സംഗീതത്തോടുണ്ടായിരുന്ന താല്പര്യവും സംഗീത വാസനയും അദ്ദേഹം രചിച്ച കവിതകളും അതൊരു പ്രത്യേക പഠന വിഷയമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മാനവജാതിക്കുള്ള സംഭാവനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സങ്കീർത്തനം. ക്രിസ്ത്യാനികളല്ലാത്തവർക്ക് പോലും 23-ാം സങ്കീർത്തനം അറിയാമോ? ആരെഴുതിയതാ? ദാവീദ് എഴുതിയതാ. നമ്മൾ പലരും ആദ്യം പഠിച്ച കാര്യം യഹോവ എൻ്റെ ഇടയനാകുന്നു. ഇതാര് പഠിപ്പിച്ച കാര്യമാണ്? ദാവീദ് പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ദാവീദ് എന്ന സങ്കീർത്തനക്കാരൻ, ദാവീദ് എന്ന സംഗീതജ്ഞൻ, ദാവീദ് എന്ന വാദ്യോപകരണം ഉപയോഗിച്ച് ദൈവത്തെ ആരാധിക്കുന്നവൻ പ്രത്യേകം പഠിക്കേണ്ട വിഷയമാണ്. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ തീർന്നല്ല. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എങ്ങനെയാണ് അദ്ദേഹം ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ആയത്? അദ്ദേഹത്തിൻ്റെ ദർശനം എന്തായിരുന്നു? അദ്ദേഹമാണ് ഇസ്രായേലിനെ ഒരു രാഷ്ട്രമെന്നുള്ള നിലയിലും ആത്മീയമായിട്ടും പണിതത്. ദാവീദിൻ്റെ ഏറ്റവും വലിയ സംഭാവന, ഹി ബിൽറ്റ് ഇസ്രായേൽ ആസ് എ നേഷൻ ആൻഡ് സ്പിരിച്വലി. ആത്മീയമായിട്ടും ദേശീയമായിട്ടും ഇസ്രായേൽ രാഷ്ട്രത്തെ പണിതതിൽ ദാവീദിൻ്റെ പങ്കാളിത്തം ഒന്നിനോടും നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ദയവായിട്ട്, ഗ്രഹപാഠമാണ് കേട്ടോ, ഇതെല്ലാം സാറങ്ങ് പഠിപ്പിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിലരൊക്കെ ഇങ്ങനെ പറയുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ടാണല്ലോ ഇതെല്ലാം നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞത്. ഇതങ്ങ് പഠിപ്പിക്കാൻ പോയാൽ പിന്നെ എനിക്കതിന് ഒത്തിരി സമയം വേണ്ടി വരും. അതുകൊണ്ട് നമുക്കൊന്ന് പറ്റുന്ന പോലെയൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ നോക്കാം. ഇതെല്ലാം ദാവീദിൻ്റെ ജീവിതത്തിൽ നിങ്ങളൊന്ന് കാണണം. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഈ കൂടുതൽ ഇനി ദാവീദിനെ കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്തത്തിലും 2 ശമൂവേലിലും ഒക്കെ ആരുണ്ട്? ദാവീദുണ്ട്. അപ്പം ദാവീദ് നമുക്കങ്ങനെ ഒരു നല്ല റോൾ മോഡലായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ആ ദാവീദിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ആഗ്രഹത്തോടെ നമുക്ക് ഇന്ന് പിരിഞ്ഞു പോകാം. അടുത്ത ആഴ്ച അപ്പോൾ വരുമ്പോൾ ഏതായാലും 1 ശമൂവേൽ ആയിരിക്കുകയില്ല. എന്തായിരിക്കും പഠിക്കുന്നത്? 2 ശമൂവേലായിരിക്കും. അതുകൊണ്ട് 2 ശമൂവേലിൻ്റെ പുസ്തകം വായിച്ചു വരിക. 2 ശമൂവേലിൻ്റെ പുസ്തകം മനസ്സിലാകണമെങ്കിൽ 1 ശമൂവേൽ 16 മുതൽ വായിച്ച് തുടങ്ങണം. 1 ശമൂവേൽ 16-ലാണ് ദാവീദ് പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് 1 ശമൂവേൽ 16 മുതൽ 2 ശമൂവേൽ അവസാനം വരെ വായിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ കർത്താവെ ചിന്തിച്ച എല്ലാ കർത്താവെ ബൈബിൾ ഭാഗങ്ങളും നിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ശൗലിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുവാൻ ഇടയായി. അവൻ ചെയ്ത ഭോഷത്വങ്ങൾ കർത്താവെ
ഒരിക്കലും ഞങ്ങൾ ചെയ്യാതിരിപ്പാൻ തക്കവണ്ണം. അവൻ ഏറ്റു പറഞ്ഞതുപോലെ, ഞാൻ അത്യന്തം ഭോഷത്വമായത് പ്രവർത്തിച്ചു, ഞാൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞതുപോലെ അല്ല കർത്താവേ. ഞങ്ങൾ പുതിയ നിയമത്തിൽ കാണുന്ന പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ള പ്രാഗൽഭ്യത്തോടെ കിരീടം പ്രാപിപ്പാൻ തക്കവണ്ണം നിന്റെ സന്നിധിയിലേക്ക് വരുവാൻ ഞങ്ങളെ സഹായിക്കണം. അതിന് ഞങ്ങളെ പ്രചോദിപ്പിക്കുന്ന ദാവീദിനായിട്ട് ഞങ്ങൾ ഇതിൻ്റെ നാമത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ദാവീദിൻ്റെ ധന്യ ജീവിതത്തിനായിട്ട് സ്തോത്രം. ആ ജീവിതത്തിൽ കാണുന്ന നല്ല ഉദാത്തമായിട്ടുള്ള മാതൃകകൾ അനുകരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയും കൃപയും ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നൽകണം. അടുത്ത ആഴ്ച ഞങ്ങൾ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ആത്മാവ് ഞങ്ങളോട് സംവാദിച്ചുകൊണ്ടിരിക്കണം. നിൻ്റെ വഴികളിൽ ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.